പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു വെള്ളിയാഴ്ച പകലത്തെ ഉപവാസ പ്രാർത്ഥന ഞങ്ങൾക്ക് കുടുംബമായി നിങ്ങളുടെ കൂടെ ആയിരിക്കാൻ കർത്താവ് ഞങ്ങളോട് കാണിച്ച കരുണയോർത്ത് ദയോർത്ത് വിശ്വസിയോർത്ത് കർത്താവിനെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. ഈ 2024 വർഷം മാർച്ച് മാസത്തിൻ്റെ സ്തോത്രം ഈ 22-ാം തീയതി വെള്ളിയാഴ്ച ദിവസം നമുക്കിങ്ങനെ ആയിരിക്കാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും സ്തോത്രം വളരെ വേഗത്തിൽ സ്തോത്രം മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യുവാൻ കർത്താവ് സഹായിച്ചനായി സ്തോത്രം ചെയ്യുന്ന വിഷയങ്ങൾ എനിക്ക് ഈ സമയം തരാൻ വേണ്ടി പാസ്റ്റർ മധ്യസ്ഥ പ്രാർത്ഥനയുടെ സമയം വെട്ടിക്കുറച്ചത് അതിൽ ഞാൻ ദുഃഖിക്കുന്നു. കാരണം എനിക്ക് പ്രാർത്ഥിക്കാനാണ് കൂടുതൽ താല്പര്യമുള്ളത്. പിന്നെ വചന ശുശ്രൂഷ ആവശ്യമുള്ള കാര്യമാണ്. എങ്കിലും ദേവദാസന് അതിഥി ആയിട്ട് വന്ന ഞങ്ങൾക്കൊരു അവസരം തരണം കൂടി എന്ന് വിചാരിച്ചാണ് ചെയ്തത്. എങ്കിലും സ്തോത്രം ആ വിഷയങ്ങളെല്ലാം കർത്താവിൻ്റെ ബലമുള്ള കൈകൾ സമർപ്പിച്ച് സ്തോത്രം ചെയ്തത് കർത്താവ് ദൈവസഭയുടെ പ്രാർത്ഥന അത് കേട്ട് കർത്താവിൻ്റെ പ്രവൃത്തി കർത്താവ് അയച്ചതോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. വിവിധ മറ്റുള്ള വിഷയങ്ങളുണ്ടല്ലോ, സകല വിഷയത്തിന്മേലും ദൈവത്തിൻ്റെ പ്രവൃത്തി കർത്താവ് അത്ഭുതമായി തൻ്റെ സമയത്ത് നന്നായി ചെയ്യുന്ന കർത്താവിൻ്റെ പ്രവൃത്തി അതുമേ വെളിപ്പെടുത്തട്ടെ എന്നും കൂടി ഞാൻ പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു. സ്തോത്രം. ഇന്നത്തെ ഈ പ്രാർത്ഥന കടന്ന എല്ലാ ദൈവദാസന്മാർക്കും അതുപോലെ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിന്റെ സ്നേഹമന്ത്രം അറിയിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ഈ ദേശത്ത് ഇവിടെ തന്നെ മാറാമണ്ണിൽ ആദ്യമായിട്ടാണ് ഇതിൽ കൂടി ഒരു തവണ പോയിട്ടുള്ളൂ. സ്തോത്രം. ഇവിടെ ഈ ദേശത്ത് വരുവാനും അതുപോലെ ഈ സഭയിൽ ആദ്യമായിട്ടാണ് വരുന്നത്. കണ്ടുമുട്ടിയ എല്ലാ ദൈവമക്കൾക്കും ദൈവദാസന്മാർക്കായി സ്തോത്രം ചെയ്യുന്ന പരിചയപ്പെടുവാൻ കർത്താവിൻ്റെ സ്നേഹത്തിൽ നമ്മളെ അവിടെ ഇവിടങ്ങളായിട്ട് കർത്താവ് വിളിച്ച് വേർതിരിച്ച നാൾ മുതൽ ഈ സമയം വരെ കർത്താവിൻ്റെ നിത്യസ്നേഹത്തിന് ആഴവും ഉയരവും നീളവും വീതിയും അനുഭവിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് നമ്മളെ സഹായിക്കുകൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു, സ്തോത്രം ചെയ്യുന്നു. എൻ്റെ പേര് രാകേഷാണ്. എൻ്റെ സ്വദേശം ആലുവയാണ്. എൻ്റെ ഭാര്യയുടെ പേര് ശോശമ്മ. പുള്ളിക്കാരത്തിൻ്റെ വീട് തിരുവല്ലയാണ്. സ്തോത്രം. കഴിഞ്ഞ 21 വർഷമായിട്ട് കർത്താവിൻ്റെ വേലയിൽ കുടുംബമായി ചെയ്യുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കുന്ന കൃപകൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. സ്തോത്രം. അതിൽ 21 വർഷങ്ങളിൽ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പറയുന്നത് ഈ മാർച്ച് 7-ാം തീയതിയാണ് 21 ആയത്. പക്ഷേ അതിലാകെ 5 വർഷം കുടുംബജീവിതം നയിച്ചിട്ടുള്ളൂ, 5 വർഷം വേല ചെയ്തിട്ടുള്ളൂ. 21 വർഷത്തിൽ സ്തോത്രം ആകെ 5 വർഷം കുടുംബജീവിതം ചെയ്തിട്ടുള്ളൂ, അനുഭവിച്ചിട്ടുള്ളൂ. സ്തോത്രം. മാത്രമല്ല 5 വർഷം വേല ചെയ്തിട്ടുള്ളൂ. കാരണം ബാക്കിയുള്ള 16 വർഷങ്ങൾ ഞാൻ രോഗിയായിരുന്നു. ഞാൻ മാറുമ്പോൾ പുള്ളിക്കാരത്തി രോഗിയായിരുന്നു. ഞാനാ കൂടുതൽ സമയം രോഗിയായി ഇരുന്നത്. സ്തോത്രം. പക്ഷെ അവിടെയും രോഗിയാണെങ്കിലും കർത്താവ് സ്തോത്രം ആ രോഗാവസ്ഥയിലും തന്നെ പ്രവൃത്തി ചെയ്യാതെ ഇരുന്നിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്തോത്രം. നമ്മൾ ചിന്തിക്കുന്നല്ലോ കർത്താവിൻ്റെ വേല, കർത്താവിൻ്റെ പ്രവൃത്തിയൊക്കെ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അത് ഹല്ലേലൂയ. മരിച്ചവനെ കൊണ്ടും പ്രവൃത്തി ചെയ്യുന്ന ദൈവമുണ്ട്. അസ്ഥികൾ കൊണ്ട് അത്ഭുതം ചെയ്യുന്ന ദൈവം ആണ് നമ്മുടെ കർത്താവ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. കാരണം അസ്ഥികളുടെ കാര്യം പറയാൻ കാരണം എലീശ മരിച്ചു, തൻ്റെ അസ്ഥി തൊട്ട് ജീവൻ പ്രാപിച്ചവരുണ്ട്. അപ്പോൾ അത്രയും നമുക്ക് കൃപയില്ല, പക്ഷെ കർത്താവിനെ ചെയ്യാൻ സാധിക്കും. അത് ആരെക്കൊണ്ട് കർത്താവിന് ആരെ ഹിതം ഇഷ്ടമാണെന്ന് കർത്താവിന് ചെയ്യാനുള്ള ആ കർത്താവ് ചെയ്യിപ്പിക്കുന്ന കൃപകൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. വളരെ സന്തോഷം തോന്നി. സ്വതം വന്നപ്പോൾ ജോർഡി പാസ്റ്ററായി സ്വതം ചെയ്യുന്നു. അതുപോലെ സഭയുടെ സ്ഥാപകൻ, മനസ്സിലാക്കുന്ന സ്ഥാപകനും സഭയിലെ ഒക്കെ ചുമൽ കൊടുക്കുന്ന കർത്തദാസൻ കരുണാകരൻ പാസ്റ്ററായി സ്വതം ചെയ്യുന്ന തൻ്റെ കുടുംബത്തിനായി സ്തുതിക്കുന്നു, സ്വതം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഒഡീസയിൽ കടന്നു പോകാനും സ്തോത്രം അവിടുത്തെ കർത്താവിൻ്റെ വേല അവിടെ ചുമൽ കൊടുക്കുവാനും കാര്യങ്ങൾ നോക്കാനൊക്കെ സഹായിച്ച് ഓർത്താൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. കർത്താവിൻ്റെ കൃപയാൽ വടക്കൻ കേരളത്തിലും വടക്കൻ ഇന്ത്യയിലും പല ഇടങ്ങളിൽ പറഞ്ഞ സൗഖ്യം ലഭിച്ച സമയങ്ങളൊക്കെ പോയി ചില മാസങ്ങൾ ചില ആഴ്ചകൾ പോയി വേല ചെയ്യാൻ കർത്താവ് ഞങ്ങളെ കുടുംബമായി സഹായിച്ചു ഓർത്താൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു, സ്തോത്രം ചെയ്യുന്നു. കുഞ്ഞുങ്ങളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. പരീക്ഷ കഴിഞ്ഞിട്ടിരിക്കുകയാണ് എന്നറിയാം, എങ്കിലും വന്നല്ലോ. സ്തോത്രം. പലരും അത് സാവകാശം ഉണ്ടായിട്ടും വരാത്തവരുണ്ട്. എങ്കിലും കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. വടക്കേന്ത്യയിലെ അവസ്ഥകൾ നമ്മുടെ ദേശത്തെ പോലെയല്ല, ഒരു വ്യത്യസ്ത രീതിയാണ്. കാലാവസ്ഥ, ഭക്ഷണകാര്യങ്ങൾ, അവരുടെ ആ മനോഭാവം, സുവിശേഷത്തിലുള്ള മനോഭാവമൊക്കെ ഒത്തിരി വ്യത്യാസമാണ്. എങ്കിലും വർഷങ്ങളായിട്ടുള്ള ആ പ്രവർത്തനം നടക്കുന്നുണ്ട്. ഇപ്പോൾ ചില വ്യത്യാസങ്ങളുണ്ട്. സ്തോത്രം. പലർക്കും യേശു ക്രിസ്തുവിനെ അറിയാം, മാത്രം മാധ്യമങ്ങൾ വന്ന നിമിത്തമായിട്ട് യേശുവിനെ അറിയാം. സദോർത്തം ദൈവത്തെ സ്തുതിക്കുന്ന, സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാലും അവരുടെ മനസ്സിനുള്ളിൽ, രക്ഷിക്കപ്പെടാത്തവരുടെ മനസ്സിനുള്ളിൽ ക്രിസ്ത്യാനികളോട് അവർക്ക് വെറുപ്പാണ്. ഏക കാര്യം, ബ്രിട്ടീഷുകാർ വന്നപ്പോൾ അവർ ഒരു വശം സുവിശേഷം അറിയിച്ചു, മറുവശത്തെ ജനങ്ങളെ കൊന്നു. നിസ്സാരമായ കൊല്ലലല്ല, വളരെ ഹീനമായി സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും
യൗവനക്കാരായ ഹൈന്ദവരൊക്കെ കൊന്നു എന്നാണ് അവരുടെ ആ ചിന്താഗതി. അതിലൊരു മാറ്റം വന്നാൽ പ്രൈസലോ അത് കർത്താവിന് മാത്രം സാധിക്കുള്ളൂ. കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എങ്കിലും അവിടെ ഈ കർത്താവിൻ്റെ ആ ദർശനം പ്രാപിച്ച് വേല ആരംഭിച്ചവർക്കായി സ്തോത്രം ചെയ്യുന്ന വേലയ്ക്ക് വേണ്ടി പോകുന്നവർക്കായി സ്തോത്രം. മാത്രം മറുവശത്ത് പ്രൈസലോ ഭവനങ്ങളിലിരുന്ന് സഭകളിലിരുന്ന് ആ വേലകളെ ഓർത്ത് അല്ലെങ്കിൽ ആ ദേശങ്ങളെ ഓർത്ത് നമ്മുടെ വടക്കേന്ത്യൻ ദേശങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ആത്മാ നമ്മളെ സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യട്ടെ. സ്തോത്രം. പ്രൈസലോ പാസ്റ്റർ മാത്രം പോവല്ല, പാസ്റ്ററിന് കൂടെ ഇന്ന നാളുകൾ കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ ആയുസ് മാർഗം നൽകിയാൽ വരുന്ന ഈ അവധി കാലങ്ങളിലൊക്കെ സ്തോത്രം അല്ലെങ്കിൽ ദൈവമക്കളെയും കൊണ്ടുപോകാൻ ദൈവമക്കൾക്ക് പോകാൻ കുഞ്ഞുങ്ങളൊക്കെ കൊണ്ടുപോയി ആ സ്ഥലങ്ങളൊക്കെ കാണിച്ചാൽ വളരെ നന്നായിരിക്കും. ഒന്ന് മനസ്സിലാക്കാൻ കാര്യമായി പ്രവൃത്തി ചെയ്തില്ലെങ്കിലും എന്താണ് വടക്കൻ ഇന്ത്യ എന്ന് അറിയാൻ. അവിടെയും ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, അവിടെ പോയില്ലെങ്കിലും വടക്കൻ കേരളത്തിൽ കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, തൃശ്ശൂർ, പാലക്കാട് എന്നീ ദേശങ്ങളൊക്കെ എങ്കിലും ഒന്ന് പോകാൻ. കാരണം അതും ഒരു വടക്കൻ കേരളം എന്ന് പറയുന്നത് വടക്കൻ ഇന്ത്യയാണ്. എന്നും സ്തോത്രം യേശുവിന് വ്യക്തമായി അത് അറിയാത്ത സുവിശേഷം, നല്ല സുവിശേഷം, സത്യസുവിശേഷം കേൾക്കാത്ത ലക്ഷക്കണക്കിന് ജനങ്ങൾ മലബാറിലുണ്ട്. 7 ജില്ലയാണ് മലബാറിലുള്ളത്. തൃശ്ശൂരിന് മേൽപോട്ടുള്ള സ്ഥലങ്ങളാണല്ലോ മലബാർ എന്ന് പറയുന്നത്. അവിടെ ആ 7 ജില്ലയിൽ സ്തോത്രം വേണ്ടുവണ്ണം സത്യസുവിശേഷം എത്താത്ത അനേക ഗ്രാമങ്ങൾ, പഞ്ചായത്ത് ഇന്നും ഉണ്ട്. സ്തോത്രം. എന്നാൽ കർത്താവ് പ്രവൃത്തി ചെയ്യുന്ന ഓർത്തം ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. ഈ സഭയിൽ അവിടെ കൂടി വരുന്ന ഉണ്ണിമായ നിമിത്തമാണ് ഞങ്ങൾ ഇന്ന് പകൽ ഇവിടെ വരുവാൻ കാരണം. അല്ലെങ്കിലും ഞങ്ങൾ പലയിടത്തും പല സഭകൾ പോകാറുണ്ട്. ഞങ്ങൾ തെക്കേമല ദേശത്ത് അല്ലെങ്കിൽ സ്തോത്രം മോഹൻ സഹോദരൻ്റെ ഒക്കെ വീടിൻ്റെയൊക്കെ ആ മേൽവശം അവിടെ ഒരു വീട്ടിൽ വാടകയ്ക്ക് താമസിച്ച് കഴിഞ്ഞ ഈ ജനുവരി മാസം 25-ാം തീയതിയാണ് ഞങ്ങൾ വന്നത്. സ്തോത്രം. ഏകദേശം 2 മാസം ആകുന്നു. ഞങ്ങൾ വന്ന് താമസിച്ചതിൻ്റെ എനിക്കൊന്ന് 3-4 ദിവസം കഴിഞ്ഞപ്പോഴാണ് മോളെ വഴി വെച്ചാണ് പരിചയപ്പെടുന്നത്. സ്തോത്രം. അവൾ ഇന്നത്തെ എല്ലാവരുടെയും സ്വഭാവമുള്ള ചെവിയിൽ വെച്ച് നടക്കുകയും ഇരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു അനുഭവം. കുറ്റമല്ല, എല്ലാവരും സ്വഭാവം. സ്തോത്രം. ഒരു രീതി നല്ലതാണ്, പലതും നമുക്ക് ഒഴിവാക്കാം. പക്ഷേ മനുഷ്യനാകുമ്പോൾ മനുഷ്യനോട് ഇടപെടുവാൻ അത് ഒരു തടസ്സമാണെങ്കിൽ തന്നെ. അപ്പം മോള് റൈറ്റ് സൈഡ് കൂടി ഇങ്ങനെ നടന്ന് ഇങ്ങോട്ട് വരുന്നു, ഞാൻ വീട്ടിലേക്ക് അങ്ങോട്ട് പോകുന്നു. അപ്പോൾ പോകുന്ന ഇങ്ങനെ നടക്കുന്നത് സ്തോത്രം കൊച്ചിനെ കണ്ട് എനിക്ക് പെട്ടെന്ന് പ്രേരണ തോന്നി. സ്തോത്രം എന്തോ അടുത്ത് സംസാരിക്കണമെന്ന്. പക്ഷെ വേറെ സംസാരിക്കാൻ പറ്റില്ല, ആണും പെണ്ണുമാണ്, കാലം ഇങ്ങനെയാണല്ലോ. പക്ഷേ എന്നാൽ അടുത്ത് വന്നപ്പോൾ മോള് ഒരു വിശ്വാസിയാണെന്ന് മനസ്സിലായി. സോ ഞാൻ വിളിച്ചിട്ട് ഞാൻ പ്രൈസിലോട് പറഞ്ഞു. പ്രൈസിലോട് പറയുമ്പോൾ മോൾ ഇങ്ങോട്ട് പ്രൈസിലോട് പറഞ്ഞു. അങ്ങനെ സംസാരിക്കുന്ന തുടക്കം വന്നു. വിശ്വാസിയാണ്, എവിടെയാണെന്നൊക്കെ കൂടുന്നൊക്കെ ചോദിച്ച് അങ്ങനെ വിശേഷങ്ങൾ അറിയാൻ കർത്താവ് സഹായിച്ചു. സ്തോത്രം ചെയ്യുന്ന ഏകദേശം 20 മിനിറ്റ് അവിടെ വഴിയിൽ നിന്ന് ഞാൻ ഇങ്ങോട്ട് കടന്നു വന്ന് വഴിയിൽ നിന്ന് 20 മിനിറ്റ് അവളോട് സുവിശേഷം സ്തോത്രം കുറച്ചും കൂടെ ആഴമായ സുവിശേഷം എല്ലാം സുവിശേഷമാണ്. സ്തോത്രം. നമ്മൾ ഈ യേശുക്രിസ്തു ഭരിച്ചു രക്ഷിച്ചു എന്ന് മാത്രമല്ല സുവിശേഷം. യേശുക്രിസ്തുവിന്റെ 2ാമത്തെ വരവ്, നാം നിത്യത വേറെ പോകുന്നത്, 1000 ആണ്ട് ഇവിടെ വാഴുന്ന എല്ലാം സുവിശേഷത്തിൽ പെടും. സ്തോത്രം. കഷ്ടം അനുഭവിക്കുന്ന സുവിശേഷത്തിൽ പെടും. പ്രൈസ് ദി ലോർഡ്. കർത്താവിനെ ആരാധിക്കുന്ന സുവിശേഷത്തിൽ പെടും. സ്തോത്രം. അപ്പോൾ കുഞ്ഞിനോട് അവൾ തുറന്ന് പ്രൈസ് എന്നോട് അവരുടെ ആ ജീവിതത്തിലെ പ്രയാസങ്ങളൊക്കെ പങ്കുവെച്ചു. ഞാനെല്ലാം കഴിഞ്ഞപ്പോൾ പറഞ്ഞു, എന്നോട് പറഞ്ഞു നന്നായി. ദൈവാലയം പ്രേരണ ആയതുകൊണ്ട്. പക്ഷേ മുതലെടുക്കുന്ന പാസ്റ്റർമാരും ഈ കാലത്തുണ്ട്, അത് വേറെ വശം. അപ്പോൾ സ്തോത്രം. പക്ഷേ ദൈവാത്മാവിൻ്റെ ആ പ്രേരണ അവർക്കും എനിക്കും ഉണ്ടായതുകൊണ്ട് കാര്യങ്ങൾ പറയുവാനും പ്രാർത്ഥിപ്പാനും സ്തോത്രം. അത് താൻ കടന്നു പോകുന്ന ആ അവസ്ഥയിൽ കഷ്ടത യേശുക്രിസ്തു നമുക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു. കർത്താവ് നമ്മളിന്ന് അതേ കഷ്ടം അനുഭവിക്കുമ്പോൾ കർത്താവ് മാറി നിൽക്കുകയല്ല, നമ്മോട് കൂടെ അതേ കഷ്ടങ്ങൾ, അവൻ്റെ കഷ്ടങ്ങൾക്ക് നമ്മൾ പങ്കാളിയായി തീരുകയാണ്. സ്തോത്രം. വചനം അങ്ങനെയാണ് ശക്തമായി പഠിപ്പിക്കുന്നത്. അത് പഴയ നിയമം ആയിക്കോട്ടെ പുതിയ നിയമം ആയിക്കോട്ടെ, അവൻ്റെ കഷ്ടങ്ങൾക്ക് പങ്കാളിയാകും തോറും സന്തോഷിപ്പീനാണ് പത്രോസ് പറയുന്നത്. അപ്പോൾ ഈ കഷ്ടങ്ങൾ, എന്തൊക്കെ കഷ്ടം നിങ്ങളോ ഞാൻ അനുഭവിക്കുന്നു, അവിടെ എല്ലാം സ്തോത്രം സന്തോഷിപ്പാനാണ് കർത്താവ് നമ്മൾ ആഗ്രഹിക്കുന്നത്. സന്തോഷത്തിന് ആത്മാവിനെയാണ് നമ്മുടെ ഉള്ളിൽ പകർന്നത്. തീമോഥെയോസ് പറയുന്ന പോലെ വീര്യത്തിന് ആത്മാവിനെയല്ല, സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ശക്തിയുടെ ആത്മാവാണ് നീ പ്രാപിച്ചത്. സ്നേഹത്തിൻ്റെയും സുബോധത്തെയും ശക്തിയുടെ ആത്മാവ്. അപ്പോൾ ആ ആത്മാവ് വരുമ്പോൾ സ്തോത്രം സ്നേഹം വേണം, ശക്തി വേണം, സുബോധം വേണം. പ്രൈസ് ദി ലോർഡ്. ഭീരുക്കളായി നിന്ന് മാറി നിൽക്കാൻ വേണ്ടിയല്ല, എന്ത് വിഷയം വന്നാലും എന്ത് വിഷയം പറഞ്ഞാലും അത് ഏറ്റെടുത്ത് പ്രാർത്ഥിപ്പാനും ഏത് അവസ്ഥയിലും ഏത് ഇടത്തും അത് ആരാധിക്കുന്ന മനോഭാവം ഉള്ളവരാണ് സത്യക്രിസ്ത്യാനി. സത്യവിശ്വാസികൾ പറയില്ല, സത്യക്രിസ്ത്യാനി. ബൈബിളിലെ വാക്കാണല്ലോ ക്രിസ്ത്യാനി. അവരെ ക്രിസ്ത്യാനികൾ എന്ന് വിളിച്ചത് അന്ത്യോക്യയിൽ വെച്ച് 10 വർഷം. പാസ്റ്റർമാർക്ക് അറിയാം, പക്ഷേ വിശ്വാസികൾക്ക് നമ്മളധികം കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുക്കാത്തതുകൊണ്ട് അവർക്കില്ല. 10 വർഷം പെന്തക്കോസ്ത് ആരംഭിച്ചതിൻ്റെ 10 വർഷം കഴിഞ്ഞപ്പോഴാണ് അന്ത്യോക്യയിൽ വെച്ച് അവരോട്
അവർക്ക് പേര് ലഭിച്ചത് ക്രിസ്ത്യാനി. കാരണം എന്താണ്? യേശുവിനെ പോലെ ആയിത്തീർന്നവർ, യേശുവിനെ പോലെ നടക്കുന്നവർ, യേശുവിനെ പോലെ സംസാരിക്കുന്നവർ, യേശുവിന്റെ മനോഭാവം ഉള്ളവർ. സ്തോത്രം. അത് വെറുതെ ക്രിസ്ത്യാനി വിളിച്ചതല്ല, പെന്തക്കോസ്ത് നാളിലെ പിറ്റേ ദിവസം വിളിച്ചതല്ല. അവരെങ്ങനെ ജീവിക്കുന്നു? ഭീരുക്കളായിട്ടാണോ? അല്ല. സ്തോത്രം. അതേ റോമാക്കാരുടെ അവരുടെയായ പ്രമാണം നിൽക്കുമ്പോൾ, അവരുടെയായ വാഴ്ച നിൽക്കുമ്പോൾ തന്നെ അവർ ഭീരത്വം വിട്ട് ആത്മശക്തി പ്രാപിച്ചപ്പോൾ യേശു ക്രിസ്തുവിന്റെ അവൻ ഇന്നും ജീവിക്കുന്നു എന്ന സത്യ സുവിശേഷം ധൈര്യത്തോടെ അവർ റോമ സാമ്രാജ്യം മുഴുവനും അവർ കൊട്ടിഘോഷിച്ചു. അതാണ് ആത്മാന ശക്തി, ആത്മാന ധൈര്യം. അതാണ് സ്തോത്രം. എവിടെ നിന്നൊരു ട്രാക്ട് കൊടുക്കുവാൻ, അന്നത്തെ കാലത്ത് ട്രാക്ട് ഇല്ല. സ്തോത്രം. ഞാൻ ഇന്നത്തെ കാലത്ത് വെച്ച് പറഞ്ഞ ഒരു ട്രാക്ട് നമുക്ക് ഇന്ന് പലപ്പോഴും നമ്മുടെ സഭകൾക്ക്, ദൈവമക്കൾക്ക് അതേ ട്രാക്ട് കൊടുക്കും. പാസ്റ്റർമാർക്ക് പോലും ഇത് ട്രാക്ട് കൊടുക്കാൻ മടിയാ. സ്തോത്രം. അപ്പോൾ ആ കർത്താവ് ലഘൂകരിച്ച് തന്നു. എന്താണ് ലഘുരേഖ? എന്തിനും എളുപ്പത്തിന് ഒരാളെ പരിചയപ്പെടാൻ വേണ്ടി ഒരു ലഘുരേഖ. അന്നത്തെ കാലത്ത് അതുമല്ല. അവർ പോയി നിന്ന് അവർ സ്വന്തം അവസ്ഥ അനുസരിച്ച് ദൈവാത്മാരുടെ പ്രേരണയിൽ അവർ വചനം സംസാരിക്കുമായിരുന്നു. ട്രാക്ട് അടിക്കുന്നതിന് മുമ്പേയും അതേ ഈ കേരളത്തിൽ തന്നെ അതേ പാസ്റ്റർമാരുടെ വേല ചെയ്തിട്ടുണ്ട്. സത്യവിശ്വാസികൾ അവർ സുവിശേഷം അറിയിച്ചിട്ടുണ്ട്, ട്രാക്ടിൽ ആശ്രയിച്ചില്ല. പക്ഷേ ഈ കാലങ്ങളിൽ നമുക്കൊരു ചെറിയൊരു എളുപ്പവഴി. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. പക്ഷെ അതും കൊടുക്കാൻ മടിയുള്ളവരാണ് പലരും നമ്മുടെ വിശ്വാസികൾ. നമ്മുടെ തന്നെ ഈ സഭയിലല്ല, പൊതുവെ പെന്തക്കോസ്ത് ലോകത്തിലെ വിശ്വാസികൾ. സ്തോത്രം. കർത്താവിന്റെ ആത്മാവ് ഈ ദിവസങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്ന അതേ ഭയം, വചനം പറയുന്ന പോലെ ഭയപ്പെടാതെ, സ്തോത്രം, അതേ ഹല്ലേലൂയ, അവന് വേണ്ടി ചെലവ് ചെയ്യുവാൻ, ചെലവായി പോകുവാൻ ദൈവാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. സ്തോത്രം ചെയ്യുന്ന ഹല്ലേലൂയ. അങ്ങനെ ചില ചെലവുകൾ അത് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആലയത്തിൽ നമുക്ക് ഇന്ന് ഈ 2024 അത് മാർച്ച് മാസം 22-ാം തീയതി ഇത്രയും സ്വാതന്ത്ര്യത്തോടെ കർത്താവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കാൻ പറ്റുന്നത്. ഇപ്പോൾ അവിടെ ഒഡീസ പോയി വന്നുകൊണ്ട് അറിയാതെ. സ്തോത്രം. അവിടെ പല ഭാഗങ്ങൾ അതിന് സ്വാതന്ത്ര്യം ഇല്ല. സ്തോത്രം. വളരെ ഇടുക്കത്തിലും ഞെരുക്കത്തിലാണ് നമ്മുടെ സഭകൾ, ദൈവമക്കൾ, ദൈവദാസന്മാർ പോലും അവരുടെ പ്രാർത്ഥന നടത്തുന്നത്. അവർ താമസിക്കുന്ന ഭവനങ്ങളെല്ലാം അത് വാടകയാണല്ലോ, വാടക പ്രശ്നങ്ങൾ അവർക്കുണ്ട്. എന്നിട്ടും അവരുടെ ദർശനത്തിന് അത് അനുസരണക്കേട് കാണിക്കാതെ അവർ അവിടെ ഉറച്ചു നിൽക്കുന്നത് എന്തിനാണ്? എന്താ കാരണം? ആ വെളിപ്പാട്, ആ പ്രാപിച്ചത്, ആ വിളി കേട്ടത് സ്വർഗീയ വിളിയാണ്. അത് ഉന്നതമായ വിളിയാണ്. അത് അതേ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, അതേ ശുദ്ധമായ വിളിയാകിയ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അല്പനിമിഷം അതേപോലെ ധ്യാനത്തിന് വേണ്ടി 1-2 കാര്യങ്ങൾ വേഗം ഓർപ്പിച്ച് ഞാൻ ഇരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. മധ്യസ്ഥ പ്രാർത്ഥനയുടെ 2 വിഷയങ്ങൾ, യേശു പറഞ്ഞ 2 വിഷയം. എന്തായാലും മധ്യസ്ഥ പ്രാർത്ഥനയായിട്ട് എനിക്ക് സമയമുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് പ്രാർത്ഥന വിഷയം പെട്ടെന്ന് ദൈവാത്മാവ് ഓർപ്പിച്ചുകൊണ്ട് സ്തോത്രം. 2 വിഷയം കർത്താവ് താൻ തന്നെ പറഞ്ഞ 2 വിഷയങ്ങൾ. സ്തോത്രം. ഒന്ന്, കർത്താവ് പറഞ്ഞു, സ്തോത്രം, താൻ അത് തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് കർത്താവ് ഗോൽഗോഥ മലയിലേക്ക് കടന്നു പോകുമ്പോൾ തന്നെ പിൻപറ്റിയ വലിയൊരു ജനസമൂഹമുണ്ട്. അതിൽ വലിയൊരു കൂട്ടം സഹോദരിമാരായിരുന്നു. അവരെല്ലാവരും കരച്ചിലും ഏങ്ങലൊക്കെ ഇടുകയായിരുന്നു. അടിച്ച് അയ്യോ അവന് സംഭവിച്ചല്ലോ എന്ന് പറഞ്ഞ് അവർ പുറകെ വരിക. യേശു ആ ശബ്ദം കേട്ടിട്ട് തിരിഞ്ഞു നോക്കി അവരോട് പറഞ്ഞു, യെരൂശലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ചൊല്ലി കരയേണ്ട. അന്നും ഇന്നും യേശുവിനെ ചൊല്ലി കരയേണ്ട, വേറെ ചൊല്ലി കരയേണ്ട. പക്ഷെ കരയേണ്ട ഒരു വിഷയമുണ്ട്. എന്താണ്? നിങ്ങളെയും, ആദ്യം ആരെയാ? നിങ്ങളെ ചൊല്ലിയും മക്കളെ ചൊല്ലി കരയുവി. ഈ പ്രമാണമെല്ലാം നമ്മൾ തെറ്റിക്കുന്നവരാണല്ലോ. സ്തോത്രം. നമ്മൾ തന്നെ അപ്പോഴും ഇവിടെ എല്ലാം ഉദ്ദേശിച്ച സ്തോത്രം. മറ്റേ പിന്നെ തെറ്റിക്കുന്ന ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ശോധന ചെയ്യുക. പ്രൈസ് ദി ലോർഡ്. കർത്താവ് പറഞ്ഞു, നിങ്ങളെയും നിങ്ങളുടെ തലമുറയും. നമ്മളെന്ത് ചെയ്യും? തലമുറയെ ആദ്യം വെക്കും. അതാണ് എളുപ്പം. കർത്താവേ, എൻ്റെ മോൻ, എൻ്റെ മകൾ, അവളത് ചെയ്തു, അവനിത് ചെയ്തു, അവൾ ചെയ്യുന്നില്ല, അത് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് എളുപ്പമായി സകലവും അവരെയാണ് നമ്മൾ കുറ്റം പറയുന്നത്. പക്ഷെ കർത്താവ് പറഞ്ഞത്, നിന്നെയും നിങ്ങളെ ചൊല്ലി ആദ്യം കരയണം. ഓ, എന്നെ ചൊല്ലി ഞാൻ കരയണം? അത് എളുപ്പപ്പണിയല്ലല്ലോ. അവിടെ പൗലോസ് പറയുന്ന 2 കൊരിന്ത്യർക്കെതിരെ ലേഖനം 13-ാം അധ്യായം എനിക്ക് 5-ാം വാക്യം, നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ ശോധന ചെയ്യും. അപ്പം നമ്മൾ തന്നെ ശോധന ചെയ്യാൻ ആവശ്യമാണ്. യേശു പറഞ്ഞു, അതേ നിങ്ങളെ ചൊല്ലി കരയുവാൻ. സ്തോത്രം. എന്താണ് കരയാൻ കാരണം? പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ ക്രൂശ് ചുമക്കുന്നുണ്ടോ എന്ന് എന്നെ തന്നെ ശോധന ചെയ്യണം. ഞാൻ തന്നെ എൻ്റെ ക്രൂശ്, നിങ്ങൾ എൻ്റെ കർത്താവ് പറഞ്ഞു, നിങ്ങൾ എൻ്റെ ക്രൂശ് ചുമക്കണ്ട, താൻ ഒരുത്തൻ എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഇച്ഛിക്കുന്നുവെങ്കിൽ അവനവൻ്റെ ക്രൂശ് ചുമന്ന് അവനവനെ ത്യജിച്ച് എന്നെ പിൻപറ്റാനാണ്. സ്തോത്രം.
അപ്പോൾ കർത്താവേ, ഞാൻ ആ ക്രൂശ് ചുമക്കുന്നുണ്ടോ? കഷ്ടം വരുമ്പോൾ നമ്മൾ എന്താ, അയ്യോ കഷ്ടം വന്നേ, ഈ വിശ്വാസം വന്നിട്ടും കഷ്ടമാണോ? മാത്രം നമ്മളൊന്ന് ആശ്വാസം കണ്ടെത്തുമ്പോൾ പിന്നെ വീട്ടിൽ പോകുമ്പോഴോ ഇവിടുന്ന് ആശ്വാസം പ്രാപിച്ച് പോവും. പക്ഷെ വീട്ടിൽ പോകുമ്പോഴോ വഴി വെച്ച് ആരെങ്കിലും കാണുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ വീട്ടിൽ വന്ന് ആൾക്കാർ ചോദിക്കുന്നു, കുടുംബക്കാരായിക്കോട്ടെ, ചാർച്ചക്കാരായിക്കോട്ടെ, അയൽവാസിയായിക്കോട്ടെ, ചോദിക്കുന്നത് എന്താ, നിങ്ങൾക്ക് ഇന്നും ഈ കഷ്ടത തന്നെ ആണോ? അപ്പം നമ്മൾ വാക്യം മറന്നോ? ഈ ചില വാക്യങ്ങൾ നമ്മൾ ഒത്തിരി വാക്യം നമുക്ക് ആശ്വാസമാണ്, കാണാപ്പാടും. പക്ഷേ ആവശ്യമുള്ളതൊന്നും നമുക്ക് കാണാപ്പാടും അല്ല. സംഗീതക്കാരൻ 115 പറയാണ്, ഹല്ലേലൂയ, അവർ നിങ്ങളുടെ ദൈവം എവിടെയെന്ന് ജാതികൾ ചോദിക്കുന്നത് എന്ത്? അപ്പം അന്നേ ഉണ്ട് ചോദ്യം, നിങ്ങളുടെ ദൈവം എവിടെ? അത്ഭുതം ചെയ്യുന്നവൻ, സൗഖ്യം നൽകുന്നവൻ, ആശ്വാസം നൽകുന്നവൻ, വീര്യം പ്രവർത്തിക്കുന്നവൻ ഒക്കെ നിങ്ങൾ പറഞ്ഞിട്ട് നിങ്ങളുടെ ദൈവം നിങ്ങൾക്ക് വേണ്ടി എന്താ ചെയ്യാത്തത്? എവിടെ പോയി? അതിന് താഴ്ത്ത വാക്യം പറയുന്നത് എന്താണ്? ഞങ്ങളുടെ ദൈവമോ, അവൻ ജീവനോടെ എൻ്റെ സ്വർഗത്തിലുണ്ട്, അവൻ തനിക്ക് ഇഷ്ടമുള്ളതൊക്കെയും. അത്രേ ഉള്ളൂ മറുപടി. നമ്മളെ ആൾക്കാർ അതിനു വേണ്ടി ഭാരപ്പെട്ട് വ്യസനപ്പെട്ട് എന്താ ഹല്ലേലൂയ ഒന്നുമില്ല, രോഗമുള്ള സമയം ഉള്ളത് അത് കൂട്ടാൻ വേണ്ടി പിന്നെ ഷുഗറും പ്രഷറും മറ്റെല്ലാം കൂടി വലിച്ചു കയറ്റും. നിസാരമായ ഒറ്റ വാക്കിൽ മറുപടിയുള്ളൂ. അത് ധൈര്യമായി, അതാ പറഞ്ഞത്, ധൈര്യം പ്രാപിക്കണം. ധൈര്യം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? കുത്തിയിരിക്കണം. സ്വതം പഴയ പാപ്പച്ചന്മാരായ പാസ്റ്റർമാരുടെ ഭാഷ, കുത്തിയിരുന്ന് പ്രാർത്ഥിക്കണം. സ്വതം എത്ര നേരം പ്രാർത്ഥിക്കണം? പഴയ നിയമത്തിലെ കണക്ക്, പഴയ നിയമത്തിലെ സ്തോത്രം വലിയ കണക്ക് ദശാംശമാണ്. ദശാംശം. അബ്രഹാം സകലത്തിലും ദശാംശം കൊടുത്തു, സമയത്തിന് കൊടുത്തു. പണം മാത്രമല്ല ദശാംശം. നമ്മുടെ ഇപ്പോൾ ചിന്താഗതി അതാ, എളുപ്പപ്പണിയാണല്ലോ. സ്തോത്രം. 1000 രൂപ കിട്ടിയാൽ 100 രൂപ കൊടുത്താൽ, പാസ്റ്ററിന് കൊടുത്താൽ, സഭയ്ക്ക് കൊടുത്താൽ അവന് പണി കഴിഞ്ഞു, അല്ലെങ്കിൽ ആ കിട്ടുന്ന ശമ്പളത്തിന് ദശാംശം. പണം മാത്രമല്ല, സകലത്തിലും സമയത്തിന് ദശാംശം. കണക്ക് വയ്ക്കട്ടെ. കുഞ്ഞുങ്ങളുണ്ടല്ലോ, സ്തോത്രം. 24 മണിക്കൂർ നമുക്ക് ഉള്ളത്, 24 മണിക്കൂറിൻ്റെ ദശാംശം 1/10. 24ൻ്റെ 1/10 ദശാംശം എന്ന് പറയുന്നത് 1/10. 2 മണിക്കൂർ 40 മിനിറ്റ്. എത്ര? ഒരു ദിവസമാണ് 24 മണിക്കൂർ. ഒരു ദിവസം 2 മണിക്കൂറും 40 മിനിറ്റ് ആർക്ക് കൊടുക്കണം? കർത്താവിന് കൊടുക്കണം. ആര് കൊടുക്കണം? ഞാൻ കൊടുക്കണം. ഞാൻ കൊടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ള സമയം ഞാനും എൻ്റെ ഭാര്യയും കൊടുക്കണം. ഞങ്ങൾക്ക് മക്കളില്ല, അപ്പോൾ പിന്നെ അത്രേ ഉള്ളൂ. മക്കളുള്ളവർ കുടുംബ പ്രാർത്ഥന നടത്തണം. അപ്പോൾ 2 മണിക്കൂർ 40 മിനിറ്റ് ഞാൻ മാത്രം, പിന്നെ എൻ്റെ ഭാര്യയോട് ചേർന്ന് കുടുംബത്തോട് ചേർന്ന് ബാക്കിയുള്ള സമയം. ഇപ്പോൾ കണക്ക് കൂട്ടി എത്ര സമയം കിട്ടും? നമ്മൾ എത്ര ചിലവാക്കുന്നുണ്ട്? സമയത്തിന് ദശാംശം, മക്കളുടെ ദശാംശം. അബ്രഹാം എന്ത് ചെയ്തു? സ്തോത്രം. 2 കൊടുത്തു ദൈവം. 2ാമത്തെ കൊടുത്തതിന് ശേഷമാണ് അതേ കർത്താവിനോട് കാര്യം ചോദിച്ചു, നീ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ പുത്രൻ. അപ്പോൾ അതിനു മുമ്പേ ആരുണ്ട്? ഒരുവനുണ്ട്, ഇശ്മായിലുണ്ട്. അത് ഞാൻ 2 പറഞ്ഞേ. ആ 2ൽ ദൈവം എന്ത് ചെയ്തു? ഒന്നിനെ ചോദിച്ചു, നീ ഇഷ്ടപ്പെടുന്ന നിനക്ക് പ്രിയമുള്ളവൻ അവരെ എനിക്ക് തരാൻ. ഇശ്മായിലിനെ ചോദിച്ചില്ല. കാരണം എന്താണ്? ഒന്ന്, ഇത് ദൈവം കൊടുത്തതാ. ദൈവം കൊടുത്തതിനെ കർത്താവ് എപ്പോൾ വേണമെങ്കിൽ ചോദിക്കുമ്പോൾ ഇന്ന് 2024 മാർച്ച് മാസം 22-ാം തീയതി കർത്താവ് ചോദിക്കുമ്പോൾ കൊടുക്കാനുള്ള മനസ്സ് ദൈവമക്കൾക്കും എനിക്കുണ്ടോയെന്ന വിഷയം. ഒന്നുമില്ലായ്മയിൽ നമ്മളെ അനുഗ്രഹിച്ചു. വീടില്ലാത്തപ്പോൾ വീട്, വണ്ടി ഇല്ലാത്തപ്പോൾ വണ്ടി, സകല സൗകര്യം കർത്താവ് തന്നപ്പോൾ ഇവിടെ ആലയം വരുന്നതിന് മുമ്പേ അതിൻ്റെ അവസ്ഥ എങ്ങനെയാണെന്ന് എനിക്കത്. പക്ഷേ കേൾവിയിൽ പോലെ ആലയങ്ങൾ വരുന്നതിന് മുമ്പേ വെറും ഓല മെനഞ്ഞ ഷെഡിലായിരുന്നു, അല്ലെങ്കിൽ തുറസായ സ്ഥലങ്ങളിലായിരുന്നു കൂടി വന്നത്. സ്തോത്രം. ആ കാലങ്ങളിൽ കർത്താവിന് വേണ്ടി എരിവോടെ സേവിച്ചു. പക്ഷെ ഇന്ന് ഭൗതികമായ അനുഗ്രഹം ദൈവം തന്നപ്പോൾ അതേ എരിവ് എനിക്കുണ്ടോ? ആ വിശ്വാസം എനിക്കുണ്ടോ? ആദ്യ സ്നേഹം, ആദ്യ വിശ്വാസം, പ്രത്യാശ എനിക്ക് ഉണ്ടെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ദൈവസഭയ്ക്ക് ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾക്ക് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ വന്നത്. നിങ്ങളെ സമയം മാറ്റിവെച്ച് സമയം ഉണ്ടാക്കി നിങ്ങൾ വന്ന് ഓർത്താൻ ദൈവത്തെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. അപ്പം മക്കളുടെ 2 ആണെങ്കിൽ 1 ദൈവത്തിന്. പഴയ നിയമം കണക്ക്. പുതിയ നിയമം വരുമ്പോൾ പൂർണ്ണമായ സകലവും അവനുള്ള. അപ്പം എന്താണ്? 2 മക്കളുണ്ടെങ്കിൽ 1 ആർക്കാ? കർത്താവിന് വേണ്ടി പറയുമ്പോൾ സുവിശേഷ വേലയ്ക്ക് വേണ്ടി. ഇന്നത്തെ എളുപ്പപ്പണിക്ക് സമർപ്പിച്ച കർത്തദാസന്മാർ പോലും, പാസ്റ്റർമാർ പോലും പറയുന്നത്, ഞങ്ങളോട് പറഞ്ഞിട്ടില്ല പ്രാർത്ഥിക്കാൻ വേണ്ടി പറയുന്നതാണ്, അവൻ പാസ്റ്റർ അല്പം ഒന്ന് വിട്ടുപോയി, അതുകൊണ്ട് പ്രാർത്ഥിക്കണം. അവനെ സമർപ്പിച്ചതാ.
ഇവർ പണ്ട് ചെറുപ്പത്തിൽ സമർപ്പിച്ച, അല്ലെങ്കിൽ വയറ്റിലിരിക്കുമ്പോൾ സമർപ്പിച്ച, പക്ഷെ എന്താ വളർന്നു വന്നപ്പോൾ മറന്നുപോയി അവനോട് പറഞ്ഞു കൊടുക്കാൻ. പിന്നത്തെ എന്താ ന്യായം പറയുന്നത്, ദൈവം അവനോട് ഇടപെടട്ടെ, അവന് ബുദ്ധി ഉണ്ടാകട്ടെ, അവനൊരു സമർപ്പണം, അവന് താല്പര്യം വരട്ടെ. അല്ല സ്തോത്രം, അല്ല. അത് നല്ലൊരു ഉദാഹരണമാണ് ഹന്നാമ്മച്ചി എന്ത് ചെയ്തു? അവൾ ചോദിച്ചുകൊണ്ടിരുന്നു, അപേക്ഷ കരച്ചിലായിരുന്നു. എന്തിന്? സ്തോത്രം, ദൈവം അവളെ ഗർഭം അടച്ചതാ. എന്തിന്? അവളെ ഒരു തീരുമാനത്തിലേക്ക് വരുത്തുവാൻ, അവളൊരു നേർച്ച നേരാൻ ദൈവം ചില വർഷങ്ങൾ എടുക്കേണ്ടി വന്നു ദൈവത്തിന്. ഒറ്റ നിമിഷങ്ങൾ ചെയ്യാവുന്ന ദൈവത്തിന് ചില വർഷങ്ങൾ എടുക്കേണ്ടി വന്നു. എന്നിട്ട് അവസാനം അവൾ തീരുമാനിച്ച് നേർച്ച നേർന്നു, നീ എനിക്ക് ഒരു പുരുഷ പ്രജയെ തന്നാൽ, ഒരു പുരുഷനെ തന്നെ, പെണ്ണിനെ വേണ്ട, പുരുഷനെ തന്നെ തന്നാൽ ഞാൻ എന്ത് ചെയ്യും? അവനെ അങ്ങയുടെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കും, ആലയത്തിൽ ഞാൻ ആക്കും. ഏത് കാലത്ത്? വചനം ദുർബലമായ കാലം. ഏലി പ്രവാചക പുരോഹിതൻ, അവൻ കണ്ണും മങ്ങി, ആത്മീയമായ കണ്ണും മങ്ങിയ അവസ്ഥ. മൂന്നാമത്തെ വിഷയം, അത് ഏലിയുടെ പുത്രന്മാർ, അതേ ശുശ്രൂഷ ചെയ്യേണ്ടവർ, അവർ മ്ലേച്ഛന്മാരായി തീർന്നു, ദുഷ്ടന്മാരായി തീർന്ന കാലഘട്ടം. നമ്മുടെ ഈ കാലഘട്ടത്തോട് ചേർന്നുള്ള കാലം. പ്രൈസ് ദി ലോർഡ്. അവൾ പക്ഷെ നേർച്ച മാറ്റിയില്ല. അവൾ അറിഞ്ഞുകൊണ്ട് തന്നെ, അത് നമ്മളിന്നെല്ലാം പറയുന്നതാണ് സുവിശേഷ വേല, അത് പോക്കാണ്. സ്തോത്രം. പാസ്റ്റർമാരെ കുറിച്ച് എല്ലാവർക്കും പുച്ഛമാണ്, സുവിശേഷ വേല എല്ലാവർക്കും പുച്ഛമാണ്. അതുകൊണ്ട് എൻ്റെ മകൻ അല്ലെങ്കിൽ മകള് സുവിശേഷ വേലയ്ക്ക് വേണ്ടി പോയാൽ പിന്നെ ആ പുച്ഛവാക്കുകൾ നമ്മൾ കേൾക്കേണ്ടി, അത് വേണ്ട. ജോലിക്ക് പോട്ടെ, ജോലിയോട് ചേർന്ന ഒരു സുവിശേഷ വേല. ഹന്ന അതൊന്നും ചിന്തിച്ചില്ല. അവളുടെ തീരുമാനം, അവൾ പ്രാർത്ഥിച്ച വിഷയം, അവൾ പറഞ്ഞു, കർത്താവേ നീ എനിക്ക് തന്നാൽ ഞാൻ അങ്ങേക്ക് തരും. കാരണം തരുന്നതും അടയ്ക്കുന്നതും അങ്ങാണ്. അതുപോലെ തന്നെ ആ കുഞ്ഞ് ജനിച്ചു, അല്ലെങ്കിൽ അവനെ വളർത്താൻ സമയം വേണമല്ലോ. പൈതലാകുന്നവരെ അത്രയും വർഷം ഞാൻ വിശ്വസിക്കുന്നു. അവൾ എന്ത് ചെയ്തു? ശമൂവേലേ, നിന്റെ ഇഷ്ടം പോലെ ജീവിക്കുകയല്ല. പിന്നെന്താ? പൈതൽ നടക്കേണ്ട വഴിയിൽ അല്ലാണ്ട് അവൻ നടക്കുന്ന വഴിയിൽ അഭ്യസിപ്പിക്കാനല്ല, അവൻ നടക്കേണ്ട വഴി അവനെ അഭ്യസിപ്പിക്കുക. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അവൾ എന്ത് ചെയ്തു പറഞ്ഞുകൊണ്ടിരുന്നു, ശമൂവേലേ മോനെ, നീ സ്തോത്രം ദൈവത്തിന് വേലക്കാരനാണ്, നീ ആലയത്തിനുള്ളവനാണ്, ഞാൻ നിന്നെ അവിടെ സമർപ്പിച്ചതാണ്, അത് നിന്റെ സമയം വരുമ്പോൾ ഞാൻ അവിടെ ആക്കും, അത് നീ വേലക്കാരൻ എന്ന് ഏകദേശം 10-13 വർഷത്തോളം പറഞ്ഞുകൊണ്ട് ഓതിക്കൊണ്ടിരുന്നു ആ അമ്മ. എന്നിട്ട് 13 വയസ്സോ 15 വയസ്സായപ്പോൾ അവനെ പോയി ആലയത്തിലാക്കി. ആ പുത്രൻ എന്തായിത്തീർന്നു? ഇന്നും നാം വായിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇന്നും ഇസ്രായേലിൽ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്, ബൈബിൾ എഴുതപ്പെട്ട ഒരു കാര്യമാണ്. ശമൂവേലോ അവൻ ദാൻ മുതൽ ബേർശേബ വരെ ദൈവത്തിൻ്റെ വിശ്വസ്ത പ്രവാചകനായി തീർന്നു. അതാണ് സമർപ്പണം. അതാണ് സമർപ്പിച്ച് പിന്നെ എന്തെങ്കിലും അവർക്കൊരു വെളിപ്പാട് കിട്ടുന്ന, അല്ലെങ്കിൽ ദൈവം അവരെ വിളിക്കട്ടെ എന്നല്ല. ഞാൻ സമർപ്പിച്ചത്. സ്തോത്രം. എൻ്റെ അമ്മ അല്ലെങ്കിൽ 2 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ ജനിക്കുന്നത്. ഞാൻ മൂത്തതാണ്. സ്തോത്രം. എൻ്റെ അമ്മ അന്ന് CSL ഇരിക്കുമ്പോൾ എന്നെ സമർപ്പിച്ച CSL അച്ഛനാക്കാൻ വേണ്ടി. കാരണം അമ്മയ്ക്ക് ഒരു ചെറിയ ദർശനം, ഒരു കാഴ്ചപ്പാട് CSLക്കാർക്ക് എല്ലാവർക്കും ഇല്ല, ചിലർക്കും. അതിലൊന്നും എൻ്റെ അമ്മ മാത്രമല്ല, എൻ്റെ അമ്മയുടെ അപ്പൂപ്പൻ ബാസൽ മിഷനിലെ അച്ഛനായിരുന്നു കോഴിക്കോട്. സ്തോത്രം. അപ്പോൾ അതുകൊണ്ട് അല്പം കൂടി ദൈവവേലയോടൊരു താല്പര്യം ബഹുമാനമായിരുന്നു. ആ ബഹുമാനത്തെ താല്പര്യം അമ്മ എന്നെ സമർപ്പിച്ച് കർത്താവിനോട് പറഞ്ഞു, മകനെ തന്നാൽ സ്തോത്രം, അതേ ഞാൻ സമർപ്പിക്കുകയാണ്, അച്ഛനാക്കും. പക്ഷെ ദൈവത്തിന് CSL അച്ഛനല്ലായിരുന്നു എൻ്റെ ദൈവത്തിൻ്റെ ഉദ്ദേശം. പെന്തക്കോസ്തിലെ ഒരു പാസ്റ്ററായി തീരുവാൻ, ഒരു സുവിശേഷകനായി തീരാൻ വേണ്ടിയാണ് കർത്താവ് കണ്ടത്. പക്ഷെ അതിന് മുഖാന്തരം, അതേ എൻ്റെ അമ്മയെ ജോയ്സ് ചെറിയിൽ നിന്ന് അത് ദൈവത്തിന് ഒരു മുഖാന്തരം വേണം, ഒരു കാരണം വേണമായിരുന്നു. 2 വർഷം നീ പ്രസവിക്കണ്ട. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, CSIക്കാരിയായ എൻ്റെ അമ്മയ്ക്ക് അങ്ങനെ ഒരു ഹല്ലേലൂയ ദർശനം ഉണ്ടായെങ്കിൽ, നമ്മൾ ദൈവത്തെ കണ്ടവർ, പ്രൈസ് ദി ലോർഡ്, നാം കർത്താവിൻ്റെ പ്രമാണങ്ങൾ പ്രാപിച്ചവർ, ദൈവത്തിന് ആത്മാവിന്റെ ശക്തി പ്രാപിച്ചവർ, നാം എത്രത്തോളം ഇതിനു വേണ്ടി ചുമതല കൊടുക്കുകയും നമ്മുടെ മക്കളെയും സമർപ്പിക്കുകയും വേണം. പൗലോസ് പറയുന്നത് നമ്മളെന്താണ് അങ്ങനെ വേലക്കാർ, ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാർ. ഇവിടെ പഞ്ചായത്തുണ്ട്, അതേ മുനിസിപ്പാലിറ്റിയുടെ സകലവും. പക്ഷെ അവിടെ പഞ്ചായത്ത് പ്രസിഡന്റിന് ഒരു കൂട്ട് പ്രസിഡന്റ് ഇല്ല. വേണ്ട, നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഒരു കൂട്ട് പ്രധാനമന്ത്രി ഇല്ല. ഇവിടെയല്ല, ഒരു രാജ്യത്തും, ലോകത്ത് എവിടെയും ഇല്ല. സ്തോത്രം. പക്ഷെ ദൈവം പറയാണ്, ഞാനും പാസ്റ്റർമാരൊക്കെ ഞങ്ങളൊക്കെ ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാർ. എവിടെ ഇരുത്തുന്ന ഒരേ സ്തോത്രം നിലയിൽ, ഒരേ സ്തോത്രം വരിയിൽ, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഒറ്റ വരിയിൽ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. ആമോസ് പ്രവാചകന്റെ പുസ്തകം
4-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം. ആമോസ് പ്രവാചകന്റെ ദിവസം 4-ാം അധ്യായം 13-ാം വാക്യം. 3-4 ദിവസം മുമ്പ് ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിൽ ദൈവാത്മാവ് ഞങ്ങൾ ഭാഗം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ സ്തോത്രം, ഹല്ലേലൂയ, കർത്താവിൻ്റെ ആത്മാവിനോട് ഇടപെട്ട എന്നെ സ്പർശിച്ച ഒരു വാക്യമായിരുന്നു സ്തോത്രം. അത് വലിയ ഒരു നിമിഷം പ്രാർത്ഥിക്കണം. ഞങ്ങളെ സ്വർഗീയ പിതാവാം ദൈവമേ, അപ്പോൾ ആ സ്തോത്രം 2024 വർഷം മാസം 22-ാം തീയതി ഞങ്ങൾക്ക് ആയുസ് മാറി നൽകിയ വൻകൃപയ്ക്കായി ഞങ്ങളെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നപ്പ. ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ താവേ മരുഭൂമി യാത്രയിൽ താവേ കർത്താവ് ഞങ്ങൾക്ക് മേഘസ്തംഭമായി അഗ്നിസ്തംഭമായി കൂടെ ഇരുന്ന് സ്തോത്രം ഞങ്ങൾക്ക് ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെയും ദാനം നൽകിയ കൃപയോർത്ത് ഞങ്ങളെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ഹല്ലേലൂയ, ഇന്ന് പകൽ അതാവേ വെള്ളിയാഴ്ച പ്രാർത്ഥന ഞങ്ങൾക്ക് സഭയായി കൂടി വന്ന് അങ്ങേ സ്തുതിക്കുവാൻ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളുടെ ജീവന്റെ വചനം ഇന്ന് താവേ പകൽ കേൾക്കുവാൻ ഞങ്ങൾ കാതുകൾക്ക് നൽകിയ സൗഭാഗ്യത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന വചനം ഹല്ലേലൂയ സ്തോത്രം കേട്ട് ജീവൻ പ്രാപിപ്പാൻ, ബലം പ്രാപിപ്പാൻ, സൗഖ്യം പ്രാപിപ്പാൻ കർത്താവിന് വേണ്ടി സമർപ്പിച്ച് ബലമേറ്റെടുത്ത് ഓടുവാൻ അതാവ് ഈ ദേശത്തെ നേടുവാൻ ദൈവസഭയെ കർത്താവ് സഹായിക്കണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. വരാൻ സാധിക്കാതെ ഭവനങ്ങളിൽ ജോലി സ്ഥലങ്ങളിൽ ഒക്കെ ആയിരിക്കുന്ന പരീക്ഷയ്ക്ക് കുഞ്ഞുങ്ങൾ ഭവനങ്ങളിലുള്ള കുഞ്ഞുങ്ങളെ സകല ഞങ്ങളുടെ കൈയെ സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൂരദേശങ്ങളുള്ള മറ്റുള്ള സംസ്ഥാനങ്ങളും രാജ്യങ്ങളിലുള്ള ദൈവമക്കൾക്കായി സ്തോത്രം, കർത്തദാസന്മാർക്കായി സ്തോത്രം. അവരുടെ വേലയെ കർത്താവ് അനുഗ്രഹിക്കണമേ, ജോലിക്കാരെ ജോലിയെ കർത്താവ് അനുഗ്രഹിക്കണമേ എന്ന് അങ്ങോട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകം താവേ ദൈവസഭയെ അതാവെ നയിക്കുന്ന ചുമൽ കൊടുക്കുന്ന കർത്താദാസൻ കർണാടകനായി കുടുംബത്തിനായി സ്തോത്രം ചെയ്യുന്നു. അതാവെ ദൈവസഭയെ നയിപ്പാൻ ഇത്രത്തോളം കർത്താവ് സഹായിച്ചല്ലോ. അങ്ങയുടെ ആലോചന അത് വിഘ്നം കൂടാതെ സ്തോത്രം അത് ചെയ്തെടുപ്പാൻ, അത് ദൈവസഭയോട് പ്രസ്താവിപ്പാൻ, പഠിപ്പിക്കുവാൻ കർത്താവ് സഹായിച്ച എല്ലാ കൃപകൾക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. തന്നോട് കൂടി താവേ സഹസുഷമായ മറായ താവേ ബിനു പാസ്റ്റനായ കുടുംബത്തിനായി സ്തോത്രം, ജോലി പാസ്റ്റൻ കുടുംബത്തിനായി സ്തുതിക്കുന്നു. അവരെല്ലാം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തർക്കും താവേ സ്തോത്രം വിഭാഗിച്ച് കൊടുത്തല്ല അങ്ങയുടെ താവേ സ്തോത്രം കൃപയ്ക്ക് ഒത്തവണ്ണം പ്രാപിച്ച കൃപയ്ക്ക് ഒത്തവണ്ണം ആത്മശക്തി ഒത്തവണ്ണം വിശ്വാസ പ്രത്യാശയ്ക്ക് ഒത്തവണ്ണം അതാവേ ജീവിപ്പാൻ പ്രവർത്തിപ്പാൻ ഞങ്ങളെല്ലാം സഹായിക്കണം അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അല്പസമയം ദൈവസ്ഥലം ഇരിക്കുന്ന ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി നൽകുന്ന കൃപകൾക്കായി സ്തോത്രം. ആത്മീയമായ ഭൗതികമായ സാമ്പത്തികമായ ശാരീരമായ താവേ ദൈവസഭയും ദേവദാസന്മാരെ ദൈവമക്കളെ കുടുംബങ്ങളെല്ലാം പിതാവായ ദൈവത്തിനും പുത്രനായ യേശുക്രിസ്തുവിനെയും പരിശുദ്ധാത്മ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. താവേ സ്തോത്രം ദൈവപ്രവർത്തിക്കായി സ്തോത്രം. ഇന്ന് പകൽ നടത്തുന്ന എല്ലാ ആത്മീയ കൂട്ടങ്ങളെ കർത്താവ് അനുഗ്രഹിക്കുന്നതായി സ്തുതിക്കുന്നു. ഇസ്രായേൽ സമാധാനമായി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയായി സ്തോത്രം. സകലവും ഞങ്ങൾക്ക് ജീവൻ നൽകിയ ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. ആ വാക്യം ഒന്നും കൂടെ വായിക്കാം. സ്തോത്രം. ആമോസിന്റെ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം 13-ാം വാക്യം. ഒരുത്തനുണ്ട്, അവൻ ഹല്ലേലൂയ ഒരുത്തനേ ഉള്ളൂ. പ്രൈസ് ലോർഡ്. അവന്റെ പേരാണ് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ ആന്നു അവന്റെ നാമം. പ്രൈസ് ലോർഡ്. ആ ഒരുവൻ ഏകനായ മഹാത്ഭുതങ്ങൾ ചെയ്യുന്നവൻ. അതേസമയം അവൻ ചില പ്രവർത്തികൾ ചെയ്യുന്ന ദൈവമാണ്. അന്നും ചെയ്തു, ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇനിയും അവൻ ചെയ്യും. സ്തോത്രം. അവന്റെ പ്രവർത്തിക്ക് അന്ത്യമില്ല, അവന്റെ പ്രവർത്തിക്ക് അന്ത്യമില്ല. കഴിഞ്ഞ രാത്രിയിലും അതേ തന്റെ മക്കളായ നമുക്ക്, അതേ തന്നെ മകള് സ്വസ്ഥമായ ഓർക്കം നൽകുവാൻ തക്കണം എന്ത് ചെയ്തു? സർവശക്തനായ ദൈവം ഉറങ്ങാത്തവനായി മയങ്ങാത്തവനായി കഴിഞ്ഞ രാത്രിയിലും ദൈവമക്കളെ നമുക്ക് വേണ്ടി കർത്താവ് കാവൽ നിന്നു. കാവൽ നിന്നെന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് എളുപ്പം അവർ മനസ്സിലാക്കാൻ വേണ്ടി സെക്യൂരിറ്റി ഗാർഡായി അല്ലേ, കാവൽക്കാർ. സർവശക്തനായ ദൈവം, എന്നെ നിങ്ങൾ നിർമ്മിച്ച ദൈവം കാവൽ നിൽക്കാന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റുമോ? അത് ബോഷ്കാണോ? ഒരു തമാശയ്ക്ക് എഴുതിയാണോ പാസ്റ്ററെ? അല്ല. പ്രൈസ് ദി ലോർഡ്. കാരണം ഒരു വശം കഴിഞ്ഞ രാത്രിയിലും ICUവിൽ, ഇന്ന് പകലും ICUവിൽ ഉള്ളവർ അല്ല. ഇപ്പോൾ ഒരു സഹോദരൻ ഈ ലോകം വിട്ടുപോയി. പ്രൈസ് ദി ലോർഡ്. താൻ ഇന്നലെ എവിടെയായിരുന്നു എനിക്കറിയില്ല. ആശുപത്രിയിൽ വെച്ചാണോ വീട്ടിൽ വെച്ചാണോ മരിച്ചെന്ന് അറിയില്ല. പക്ഷേ ആ മരണവേദന താൻ അനുഭവിച്ചെന്ന് അറിയില്ല. സ്തോത്രം. ആ പ്രയാസം, ചെറിയൊരു പ്രയാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. അല്ലാതെ സ്വസ്ഥമായി പോകുന്നവർക്ക് ഉണ്ട്, അവർക്കായി സ്തോത്രം ചെയ്യുന്നു. എന്തായാലും ആ തൻ്റെ ആ വിഷമത്തിൽ അല്ലെങ്കിൽ മാത്രം ആ സമയത്ത് അല്ലെങ്കിൽ കർത്താവിനെ കാണുന്ന ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടാവും. പ്രൈസ് ദി ലോർഡ്.
അവിടെ ഹല്ലേലൂയ നമ്മെ കർത്താവ് കാത്തു. തൻ്റെ സമയം ആ സഹോദരൻ്റെ സമയമായോണ്ട് പോയി. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഹല്ലേലൂയ വചനം പറയുന്ന സംഗീതകാരൻ പറയാണ്, അതേ തന്നെ ഭക്തന്മാരെ മരണം യഹോവയ്ക്ക് അതേ വിലയേറിയതാകുന്നു. നാം ഇവിടെ ജീവിച്ച് 100 ആയുസ്സ് നിൽക്കുന്നൊന്നും ദൈവത്തിന് വലിയ പ്രസാദമില്ല. വചനം പഴയ ശരിയ പഴയ നിയമത്തിലുള്ള അനുഗ്രഹമാണ്. നീ സ്വന്തം 100 വയസ്സ് വരെ ജീവിച്ചോ എന്നിട്ടും മോശ പറയുന്നത് അതേ 70 80. എന്നിട്ട് അതെന്താ, അത് മുഴുവൻ കഷ്ടപ്പാടും. അപ്പം പിന്നെ 100 ഇട്ടിട്ട് കാര്യമുണ്ടോ? സ്വന്തം ഇപ്പം തന്നെ എനിക്ക് 51 ആയല്ലോ, പക്ഷെ പല്ലൊക്കെ പോയി, വെക്കാൻ താല്പര്യപ്പെടുന്നില്ല. അപ്പോൾ കർത്താവിനോട് പറയാണ്, കർത്താവേ എൻ്റെ അപ്പന് 65 വയസ്സിൽ വെപ്പ് പോലെ വെച്ച് ഡാഡിക്ക് അതിന് സാവകാശം ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കത് താല്പര്യമില്ല. കാരണം ഞാൻ കൃപയാൽ കഴിഞ്ഞ ഒരു 20 വർഷമായിട്ട് കൃപയാൽ സ്തോത്രം അനേക പാസ്റ്റർ ദേവദാസന്മാരുടെ ദൈവമക്കളുടെ പ്രാർത്ഥനയാലും കർത്താവിൻ്റെ കൃപയാലും അതേ സ്തോത്രം രോഗശാന്തിയിൽ വിശ്വസിക്കുകയും അത് അനുഭവിക്കുകയും ചെയ്യുന്ന ആളാണ്. ഈ 20 വർഷമായിട്ട് ഒരു ഗുളികയും കഴിച്ചില്ല. പക്ഷേ അതിന് മുമ്പ് ഇഷ്ടംപോലെ ഗുളിക കഴിക്കേണ്ടി വന്നു. രോഗിയാണ്, ഇന്നും രോഗിയാണ്. രോഗാവസ്ഥയിൽ തന്നെയാണ് പറയുന്നത് ഗുളിക കഴിക്കുന്നത് ഇല്ല. സ്തോത്രം. ഉള്ള സൗഖ്യം മതി, ഉള്ള ശുശ്രൂഷയും മതി. എടുക്കുകയാണെങ്കിൽ എടുത്തോ, അത്രയും സന്തോഷം. അവിടെ പോയാലോ, ഇവിടെ ഈ സ്വന്തം കാര്യങ്ങൾ കാണണ്ടല്ലോ. ശുശ്രൂഷ കർത്താവ് ഏൽപ്പിച്ചാണെങ്കിൽ കർത്താവിനെ തികയ്ക്കുവാൻ കർത്താവിന് അറിയാം. ഞാൻ അങ്ങോട്ട് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. സ്തോത്രം. ആ വലിയവനായ ദൈവം അല്ലെങ്കിൽ നമുക്ക് വേണ്ടി അത് വീര്യം പ്രവർത്തിക്കുകയാണ്. സ്തോത്രം. അപ്പോൾ ചോദിക്കുക എന്താണ് അല്ലോ, എന്നിട്ടും പാസ്റ്റർ ഞങ്ങൾക്ക് രോഗമാണല്ലോ, എന്നിട്ടും സ്തോത്രത്തെ വീണ് കാലോടിഞ്ഞിരിക്കുന്നു 3 മാസമായി. അത് ആലയത്തിൽ വെച്ച് സംഭവിച്ചു. അത് ഞാനിപ്പോൾ രാവിലെ മോഹൻ സോദരൻ പറഞ്ഞത്. ആലയത്തിൽ വെച്ച് അത് സംഭവിച്ചു. സ്തോത്രം. അത് ദൈവത്തിന് ഇഷ്ടം, സകലവും അവൻ്റെ ഇഷ്ടപ്രകാരം അത് നടക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. പക്ഷെ അതിനോടുള്ള എൻ്റെ മനോഭാവം ഹല്ലേലൂയ, ഞാൻ അങ്ങനെ ആയാലും പ്രൈസ് ദി ലോർഡ് അതേ പ്രാർത്ഥനാ ജീവിതം വിടുകയില്ല. പൗലോസ് പറയുന്ന 1 തെസ്സലോനിക്കർ പറയാണ് 5:10-13 അത് ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ. പിന്നെ സ്തോത്രം എല്ലാത്തിനും സ്തോത്രം ചെയ്യുവിൻ. അത് ഈ കത്രമേശ കഴിഞ്ഞിട്ട് ഇവിടെ അങ്ങനെയാണെന്ന് എനിക്കറിയില്ല. കത്രമേശ കഴിഞ്ഞിട്ട് വായിക്കുന്ന ഭാഗമാണ് 1 തെസ്സലോനിക്കർ 5-ാം അധ്യായത്തിൻ്റെ 10 താഴെയുള്ള വാക്യങ്ങൾ കത്രമേശ കഴിഞ്ഞിട്ട് പൊതുവെ എല്ലാ സഭകളും വായിക്കുന്ന ഒരു ഭാഗമാണ്. ഈ കുറച്ച് കാലങ്ങളായിട്ടും ആ ഭാഗം വായിക്കുന്നത്. അപ്പോൾ അതിൽ അപ്പോൾ പലരുടെയും ചിന്ത അത് കത്രമേശയ്ക്ക് വായിക്കാനുള്ളതുകൊണ്ട് അത് മതിയെന്നാണ്. പൗലോസ് അവിടെ എഴുതുകയാണ്, അത് ഇടവിടാതെ പ്രാർത്ഥിക്കുവാൻ, എല്ലാത്തിനും സ്തോത്രം. ഇവിടുന്ന് ഇറങ്ങി പോകുമ്പോഴും സ്തോത്രം ചെയ്യുവാൻ, പടി കയറുമ്പോൾ സ്തോത്രം ചെയ്യുവാൻ, അതേ കറിക്ക് വേണ്ടി അതേ സാധനം അറിയാൻ വേണ്ടി അത് എടുക്കുമ്പോൾ സ്തോത്രം ചെയ്യുവാൻ, ചാള വെട്ടുമ്പോൾ അയില വെട്ടുമ്പോൾ അതേ സ്തോത്രം ചെയ്യുവാൻ, കുഞ്ഞുങ്ങൾ സ്കൂളിലേക്ക് പോകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ സ്തോത്രം ചെയ്യുവാൻ, പ്രാർത്ഥിക്കുവാൻ, സ്കൂളിൽ എത്തുമ്പോൾ പ്രാർത്ഥിക്കുവാൻ. ഇതാണ് പ്രാർത്ഥന. ഇതൊന്നും ചെയ്യാത്തതുകൊണ്ടാണ് പ്രവാചകന്മാർ കയറി ഇറങ്ങി പോകുന്നത്. അവർ പറയുന്ന ദൂതെന്താ? സ്തോത്രം. ഒന്ന് അനുഗ്രഹത്തിൻ്റെ തോത്, നിങ്ങൾ അവിടെ പോകും ഇവിടെ പോകും അത് ചെയ്യും ഇത് ചെയ്യുന്നൊക്കെയുള്ള കാര്യം. രണ്ടാമത്തെ സ്തോത്രം എന്താ കുറവ് പറയുന്നത്? എന്താ? പ്രാർത്ഥിപ്പാൻ വചനമുണ്ട്, പ്രാർത്ഥിക്കണം. യേശു താൻ തന്നെ പഴയ നിയമത്തിലുണ്ട് ധാരാളം. യേശു താൻ തന്നെ ഇറങ്ങി വന്ന് പറഞ്ഞു, നീ പ്രാർത്ഥിക്കണം. നീ പ്രാർത്ഥിക്കുമ്പോൾ, നീ ഉപവസിക്കുമ്പോൾ, അവ കുടുംബമല്ല, അത് വേറെ, ഞാനത് ചെയ്യണം. നീ എൻ്റെ അറയിൽ അടച്ച് സ്വർഗസ്നായ പിതാവിനോട് പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ഇഷ്ടങ്ങൾ മൊത്തം പകരുകയല്ല, ഉപരിയായ സ്തോത്രം ദൈവത്തിന് ഇതവും കൂടി അറിഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുവാൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പ്രാർത്ഥനാ ജീവിതം ഹല്ലേലൂയ. അതുപോലെ ആരാധന സ്തോത്രം. ആലയത്തെ മാത്രമല്ല, കുടുംബ പ്രാർത്ഥന. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് ഈ വചനം, എനിക്ക് ഈ വചനം എന്നോട് ഇടപെട്ടു, എൻ്റെ ഭാര്യയോട് ഇടപെട്ടില്ല. പക്ഷെ ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിൽ, ഞങ്ങളുടെ പാസ്റ്ററായ എൻ്റെ കുടുംബ പ്രാർത്ഥന ഇടപെട്ട് ഒരു വാക്യം അത് പലപ്പോഴും കർത്താനാത്മ ചെയ്യാറുണ്ട്. മാത്രമല്ല ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിലാണ് സ്തോത്രം ഹല്ലേലൂയ ഞാൻ അന്യഭാഷയുടെ ഭാഷ മാറ്റങ്ങൾ ഞങ്ങളുടെ ആൽവേ ഭവനത്തിൽ എൻ്റെ മമ്മിയുള്ളപ്പോൾ സ്തോത്രം, മാത്രം മമ്മി മരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയും കൂടി, മാത്രമല്ല എൻ്റെ അനിയൻ, അത് ചിലപ്പോൾ അവർ ഉദയപൂരിലാണ് പ്രവർത്തിക്കുന്നത്. സ്തോത്രം. അവനും ഭാര്യയും എൻ്റെ 2 ആൺമക്കളും അവർ വരുമ്പോഴും അവരും ആയിട്ടുള്ള ആ കുടുംബ പ്രാർത്ഥനകളിൽ അന്യഭാഷയുടെ മാറ്റങ്ങൾ, ഭാഷ മാറ്റം ദൈവം തന്നിട്ടുണ്ട്. ഞാൻ പറയാൻ കാരണം ഒരു ഉപവാസ പ്രാർത്ഥന 40, 21, 3, 7 ഒന്നും വേണ്ട. സ്തോത്രം. ദൈവസ്ഥലയിൽ എൻ്റെ നേരത്തെ പാസ്റ്റർ പറഞ്ഞോളെ, നമ്മുടെ ഹൃദയത്തിന് ആഗ്രഹവും താല്പര്യം അനുസരിച്ചായി കർത്താവിൻ്റെ പ്രവൃത്തി അല്ലേ? സ്തോത്രം. അത് വീട്ടിലായാലും സഭയിലായാലും ഒരേ വചനം സംസാരിക്കുന്ന ആ വചനം തന്നെ അത് അനുഗ്രഹമായി തീരും, ശാപമായി തീരും, ആശ്വാസമായി തീരും, രോഗത്തിന് സൗഖ്യവും അതേ രോഗത്തിന് കാരണവുമായി തീർന്ന ആണ് ദൈവത്തിന് വചനം. സ്തോത്രം.
ഇവിടെ പറയുകയാണ് ഈ ദൈവത്തിൻ്റെ പ്രവർത്തികൾ, ദൈവത്തിൻ്റെ സവിശേഷത പറയുകയാണ്. ഹല്ലേലൂയ. പ്രവർത്തി എന്തിനാ 13 ആ വാക്യത്തിൽ പറയുകയാണ്, പർവ്വതങ്ങളെ നിർമ്മിക്കുകയും കാറ്റിനെ സൃഷ്ടിക്കുന്ന ദൈവം. പർവ്വതം നമുക്ക് കാണാൻ പറ്റിയ കാര്യമാണ് അല്ലേ? പർവ്വതം നമുക്ക് കാണാൻ പറ്റിയതാണ് സ്വന്തം. പക്ഷേ കാറ്റോ കാണത്തില്ല. വാക്യം യേശു തമ്മിൽ കാറ്റ് കാണത്തില്ല. അപ്പോൾ കാണുന്ന കാര്യങ്ങൾ അവൻ സൃഷ്ടിച്ചു, കാണാത്തവയും സൃഷ്ടിച്ചു. ഏതന്നെ ആയാലും അതിൽ കൂടി ആരെ മനസ്സിലാക്കുവാൻ? സർവശക്തനായ ദൈവത്തെ മനസ്സിലാക്കുവാൻ. ഹല്ലേലൂയ. കണ്ടാലേ വിശ്വസിക്കുന്നു എന്നുള്ളവർക്ക് കാണാൻ വേണ്ടി, അല്ലാത്തവർക്ക്, ആസ്വദിക്കുന്നവർക്ക്, സ്തോത്രം, അനുഭവിക്കുന്നവർക്ക് അനുഭവം കർത്താവ് തന്നു. എല്ലാവരും ഒരുപോലെയല്ല മാനസാന്തരപ്പെടുന്നത് അല്ലേ? പാസ്റ്റർ മാനസാന്തരം വേണ്ട. എൻ്റെ വീട്ടിൽ ഞങ്ങൾ 2 പേരേ ഉള്ളൂ, 2 ആൺമക്കൾ, സ്തോത്രം. 2 പേരും 2 രീതിയിലാണ്, 2 സ്ഥലത്ത് വെച്ചാണ് ഞങ്ങൾ മാനസാന്തരപ്പെട്ടത്. പക്ഷേ സ്നാനപ്പെട്ടത് ഞാൻ എൻ്റെ ആലുവയിലുള്ള മമ്മിയും ഡാഡിയും അനിയനും സ്നാനപ്പെട്ട ആ സഭയിൽ വന്നിട്ടാണ് ഞാൻ സ്നാനപ്പെട്ടത്. ഞാൻ ബാംഗ്ലൂർ വെച്ചാണ് രക്ഷിക്കപ്പെടുന്നത്. സ്തോത്രം. അപ്പോൾ അവസ്ഥകൾ മാറ്റാം. അപ്പോൾ ഓരോരുത്തർക്കും അതനുസരിച്ച് ദൈവം എന്ത് ചെയ്തു? അവൻ പർവ്വതങ്ങളെ സൃഷ്ടിച്ചു. ആ പർവ്വതം സൃഷ്ടിച്ച ദൈവം തന്നെ ഒരു സമയം വന്നപ്പോൾ അത് ഹല്ലേലൂയ ആത്മാവിൽ പ്രവാചകൻ അതേ പറയാണ്, ഹേ മഹാപർവ്വതമേ, സെരുബ്ബാബേലിന്റെ മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതം, നീ ആര്? നീ സമഭൂമിയായി. അപ്പം സൃഷ്ടിച്ച ദൈവം എന്ത് ചെയ്തു? തൻ്റെ ജനത്തിന് വേണ്ടി, തൻ്റെ ദാസന് വേണ്ടി, തന്നിൽ ആശ്രയിക്കുന്ന, തന്നോട് അപേക്ഷിക്കുന്ന, തന്നിൽ ആശ വച്ചിരിക്കുന്ന തൻ്റെ മക്കൾക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു? അതേ പർവ്വതത്തെ അവൻ സമഭൂമിയാക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, ഭാരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കാരണം എന്താണ്? പാപനിമിത്തം. ആര് പാപം? ഹവ്വ മച്ചിയും അതേ അപ്പച്ചൻ ചെയ്ത പാപനിമിത്തം പറഞ്ഞു, ഭൂമി നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. സ്തോത്രം. കർത്താവായ യേശു താൻ തന്നെ വന്നിട്ട് അത് പൂർണ്ണമായി വിടുവിച്ചില്ല. കാരണം അത് സമയം വെച്ചിട്ടുണ്ട്. ആ സമയം വരെ ഹല്ലേലൂയ ഇതിനോട് എതിർത്ത് നിൽപ്പാൻ, ഇതിനോട് ജയിപ്പാൻ അതിനു വേണ്ടിയ പരിശുദ്ധാത്മാവിനെ തന്നത്. അവന് വാഗ്ദത്തമാണ്. ഹല്ലേലൂയ. ഞാൻ ഇന്നലെ ഒരു കോട്ടേജ് മീറ്റിങ്ങിൽ അതേ ദൈവസഭ ഹല്ലേലൂയ പൂർണ്ണ സുവിശേഷ ദൈവസഭയുടെ ഒരു കോട്ടേജ് മീറ്റിങ്ങിൽ ഇന്നലെ പറഞ്ഞ് ഒരു കാര്യം തന്നെ ഇവിടെ ആവർത്തിക്കട്ടെ. യേശു ക്രിസ്തു, സ്തോത്രം, അതേ പുതിയ നിയമത്തിൽ, പഴയ നിയമത്തിലോട്ട് ഉണ്ടെങ്കിലേ ഉള്ളൂ, പുതിയ നിയമത്തിൽ എന്നോട് അല്ലെങ്കിൽ പുതിയ നിയമത്തിലോ ഞാൻ പ്രാപിച്ചിട്ടില്ല, ഞാൻ വായിച്ചിട്ടില്ല, കർത്താവ് അത് നിനക്ക് വീട് തരും, നിനക്ക് വണ്ടി തരും, മക്കളെ തരും എന്ന ശുഭഭാവി ഉണ്ടാവുന്നൊക്കെ ഉള്ളൊരു അതേ അനുഗ്രഹം അല്ലെങ്കിൽ ഒരു പ്രവചനം കർത്താവ് എന്നോട് പറഞ്ഞിട്ടില്ല. ബൈബിളിൽ അത് എഴുതിയിട്ടുമില്ല. സ്വന്തം യേശുവിന് ഞാൻ നിങ്ങൾക്ക് ഒരു ഭവനം ഒരുക്കുവാൻ പോകുന്നു, ഒരുക്കി കഴിഞ്ഞാൽ വേഗത്തിൽ വന്ന് നിന്നെ ചേർത്തുകൊള്ളും. അപ്പോൾ ആ ഭവനത്തെ അതിനെ ആത്മാവിൽ കണ്ടുവേണം നീ ജീവിക്കുവാൻ. ഇവിടെയുള്ള വീടോ ഇവിടെയുള്ള സമ്പത്തോ കാര്യങ്ങളല്ല, അത് താൽക്കാലികമുണ്ട്. അത് വേണം. കാരണം വെറുതെ തുറസായ സ്ഥലത്ത് താമസിക്കാൻ പറ്റില്ല ഒരു വീട്. പക്ഷെ വാടകയ്ക്കാണെങ്കിലും ഞങ്ങൾക്ക് വീടുണ്ടായതാണ്, ഞാൻ മനഃപൂർവ്വം വിറ്റു. കഴിഞ്ഞ വർഷം നഷ്ടത്തിന് തന്നെ അറിഞ്ഞോളൂ. കാരണം എൻ്റെ അപ്പൻ്റെ വീടാണ്. പട്ടാളക്കാരൻ്റെ അപ്പൻ നല്ലൊരു വീട് പണിതു 33 വർഷം മുമ്പേ. സ്തോത്രം. ഞങ്ങൾ അവിടെ തന്നെ ആകേണ്ടി വന്നു. എനിക്ക് താല്പര്യം ഒട്ടില്ല. കാരണം സുശേഷയുടെ ബന്ധത്തിൽ ഞങ്ങൾക്ക് പോകാനാണ്. കാരണം സ്തോത്രം, ഞാനും എൻ്റെ അനിയനും സ്നാനപ്പെട്ടതിന് ശേഷം ആദ്യം പറഞ്ഞ തീരുമാനം ഞങ്ങൾക്ക് ബൈബിൾ സ്കൂളിൽ കർത്താവിനെ വേലയ്ക്ക് വേണ്ടി പോകണം, സമർപ്പിച്ചു. അതോടൊപ്പം തന്നെ പറഞ്ഞൊരു കാര്യമാണ്, സഭയുടെ മുമ്പാകെ പറഞ്ഞ കാര്യമാണ്, ഞങ്ങൾക്ക് അപ്പൻ്റെ ഒന്നും വേണ്ട, ഈ വീടും വേണ്ട. സ്തോത്രം. ആ പറഞ്ഞ വാക്ക് സ്തോത്രം എനിക്ക് നിവർത്തിക്കാൻ പറ്റിയില്ല. ദൈവം തന്നെ എന്നെ വീട്ടിലാക്കി. രോഗിയായതുകൊണ്ട് എവിടെയും പോകാൻ പറ്റില്ലായിരുന്നു. കിട്ടുന്ന സമയം പിന്നെ പല ഇടങ്ങളിൽ പോകാല്ലാതെ. സ്തോത്രം. എപ്പോഴൊക്കെ പോകാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി അപ്പൻ 2-3 തവണ ഇറക്കി വിട്ടു. എന്നിട്ടും പക്ഷെ മടങ്ങി വരേണ്ടി വന്നു. കാരണം അപ്പന് ദൈവം തൊടും. അപ്പനെ ദൈവം തൊടുമ്പോൾ ഞങ്ങൾ മടങ്ങി വരേണ്ടി വരും. കാരണം അപ്പനെ നോക്കണമല്ലോ. അല്ലെങ്കിൽ പിന്നെ അത് പറയും, എൻ്റെ അപ്പനാരാ? പിന്മാറ്റക്കാരനാണ്, അവിശ്വാസിയല്ല, രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു. പക്ഷെ പല കാരണം കൊണ്ട് പിന്മാറിപ്പോയി. അത് മരിക്കുന്നവരെ അങ്ങനെയായിരുന്നു. അത് മാനസാന്തരം കൊടുക്കാൻ വേണ്ടി 3 മാസം കിടപ്പിലാക്കി. മൂക്കിക്കൂടി ട്യൂബ്, സ്തോത്രം, വായിക്കൂടി ട്യൂബ്, എല്ലാം കൂടി ട്യൂബായിരുന്നു. 3 മാസം ഒരു വാക്ക് പോലും കമാന അക്ഷരം മിണ്ടാൻ പറ്റിയില്ല. സകലവും ഉടച്ചു ദൈവം. ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവ് മാനസാന്തരപ്പെടുത്തി കൊണ്ടുപോയി എന്ന്. കാരണം ഒരു വാക്ക് ഡാഡി പറഞ്ഞിട്ടില്ല. സ്തോത്രം. പക്ഷെ ആ അപ്പനെയും സ്തോത്രം, ഞാൻ എപ്പോഴും ചിന്തിക്കാറ്, എൻ്റെ ഭാര്യ സ്തോത്രം എന്നും ചീത്തവിളിയാണ്. എന്നും ചീത്തയല്ല, തെറിവിളിയാണ്. എന്നും തെറിവിളിയാണ്. സ്തോത്രം. എൻ്റെ അനിയത്തിക്ക് അത്രയും, കാരണം അവർ പിടിയിൽ നിന്ന് പോയി. അവർ സുഷബേലോട് ബന്ധത്തിലും ഗൾഫിലോ കുറച്ച് നാളെ പോയി പ്രവർത്തിച്ചു, ജോലിയൊക്കെ ചെയ്തു. അതുകൊണ്ട് അവർ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. പക്ഷേ ആ രക്ഷപ്പെടൽ എനിക്ക്
സാധിച്ചില്ല. ദൈവം അതല്ല എനിക്ക് വേണ്ടി വെച്ച കാര്യമാണ്. ഞാൻ കഷ്ടം അനുഭവിക്കുന്നു, കൂടാതെ അപ്പൻ്റെ ഈ ചീത്തവിളി. പക്ഷെ കർത്താവ് കൃപ തന്നു, കൃപമേ കൃപ കർത്താവ് പകർന്നു. സ്തോത്രം. ആ അവസ്ഥയിൽ അനേക, ഞാൻ മാത്രമല്ല, എനിക്ക് മുമ്പേ ഞാൻ കാണാത്ത ഈ ദേശം കോഴഞ്ചേരിയിലുള്ള, അതേസമയം പത്തനംതിട്ട ജില്ലയിലുള്ള, അല്ല കേരളത്തിലെ വിവിധ ഭാഗങ്ങൾ 14 ജില്ലകളിലുള്ള എനിക്ക് മുമ്പ് ജീവിച്ച് മരിച്ച ദൈവസേനയെ ആയിരിക്കുന്ന അനേക സാധാ വിശ്വാസികളുടെ, സാധാ വിശ്വാസി, പാസ്റ്റർമാരുടെ കാര്യമല്ല പറഞ്ഞത്, സാധാ വിശ്വാസി, ആരും അറിയപ്പെടാത്ത സാധാ വിശ്വാസികളുടെ ജീവിതം, അവരെ കരച്ചിൽ, അവരുടെ ഉപവാസം, അവരുടെ പ്രാർത്ഥന, അവരുടെ നടപ്പ് നിമിത്തം അത് ഞാൻ അത് ആ അനുഗ്രഹം പ്രാപിച്ച് ഏത് സഹിപ്പാന കൃപ. അവരെ അന്നത്തെ 30 വർഷം 40 വർഷം 100 വർഷം മുമ്പ് അത് അവരെ പ്രാർത്ഥന എനിക്ക് ബലമായി തീർന്നു. അതോടെ തന്നെ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. നമ്മുടെ സ്വയക്കറിവല്ല, നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒരു കൂട്ടമുണ്ട്, അവർ വില കൊടുത്തൊരു കൂട്ടമുണ്ട്. സ്വന്തം ഇവിടെ അല്ലെങ്കിൽ കരുണാകരൻ പാസ്റ്ററും അത് മറ്റൊരു ദേവദാസും വില കൊടുത്തുകൊണ്ടാണ് നമുക്കിവിടെ ആയിരിക്കാൻ സാധിക്കുന്ന. ദൈവമക്കളെ, നമ്മുടെ ഇനി ഭാവി എന്തായിട്ടും അറിയില്ല, സമയം നമുക്ക് ഏറെയില്ല. വചനം പറയുന്ന പോലെ സമയം ഇനി നമുക്ക് ഏറെയില്ല. സ്വത്രം. അവൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു. ലഭിക്കുന്ന സമയം പ്രാർത്ഥിപ്പാൻ. കാരണം സ്വർഗത്തിൽ പോയ പ്രാർത്ഥനയും ഇല്ല, സ്വർഗത്തിൽ പോയ ബൈബിളിൽ എഴുതിയിട്ടില്ല, പക്ഷേ യാഥാർത്ഥ്യമാണ്. മരണമില്ല, ദുഃഖമില്ല, രോഗമില്ല, കണ്ണുനീരില്ല, പ്രാർത്ഥനയുമില്ല. അതുകൊണ്ട് പ്രാർത്ഥനയില്ല, കാരണം അവിടെ പോയാൽ ആവശ്യമില്ലല്ലോ. അവിടെ പോയാലേ പരീക്ഷയ്ക്കും പഠിക്കണ്ട, പരീക്ഷയ്ക്കും പ്രാർത്ഥിക്കണ്ട, ഒരു ടെൻഷൻ ഫ്രീയാണ്. ശരിക്കും പറഞ്ഞാൽ അവിടെ പോകുമ്പോൾ ടെൻഷൻ ഫ്രീ. ഒരു വിഷയത്തിനോടും പ്രാർത്ഥിക്കേണ്ട ആവശ്യം ഉണ്ടോ? സ്വർഗമാണ്, ദൈവത്തിന് കൂടെയാണ്. പ്രൈസ് ലോർഡ്. അവിടെ പിന്നെ ഹല്ലേലൂയ. അപ്പം അതിനു മുമ്പേ ഇവിടെ നൽകപ്പെട്ട ദിവസങ്ങൾ, സമയങ്ങൾ പ്രാർത്ഥിച്ചോളണം. കർത്താവ് താൻ തന്നെ പറഞ്ഞു, നിങ്ങൾ ഹല്ലേലൂയ, അത് ജാഗരിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കണം, നിങ്ങൾ പ്രാർത്ഥനയിൽ ഉറ്റിരിക്കണം എന്ന് കർത്താവ് പറഞ്ഞു. ഉപവാസ പ്രാർത്ഥന, മുഴുരാത്രി പ്രാർത്ഥന, മുട്ടുമേഴുന്ന പ്രാർത്ഥന, സ്തോത്രം. അത് ഹല്ലേലൂയ, ഏത് സമയത്തുള്ള പ്രാർത്ഥന, അല്ലെങ്കിൽ ധൈര്യത്തോടെ പ്രാർത്ഥിക്കാൻ, വിശ്വാസത്തോടെ പ്രാർത്ഥിപ്പാൻ, ഒക്കെ ആത്മാവിൽ പ്രാർത്ഥിപ്പാൻ, അന്യഭാഷയിൽ പ്രാർത്ഥിപ്പാൻ, പോരാടി പ്രാർത്ഥിപ്പാൻ ഒക്കെ ഉള്ള വചനപ്രകാരം പ്രാർത്ഥിപ്പാൻ ഈ നാളുകൾ കർത്താവ് നമ്മളെ ശക്തിയോടെ സഹായിക്കണമേ. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. പക്ഷേ എന്നാൽ അതിനോട് ഒരു പടിയും കൂടി മുന്നോട്ടാവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അപ്പോൾ പർവ്വതങ്ങളെ നിർമ്മിക്കുകയും കാറ്റിനെ സൃഷ്ടിക്കുകയും ചെയ്യുന്ന ദൈവം മനുഷ്യനോട് എന്താ ചെയ്യുന്നത്? മനുഷ്യനോട് അവൻ്റെ നിരൂപണം നമ്മുടെ ഹൃദയത്തിലുള്ള കാര്യം അറിയിക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രവാചകന്മാർക്ക് 100% ഇല്ല, എത്ര വലിയ ആളായാലും. സ്തോത്രം. അത് പഴയ നിമിത്തം അങ്ങനെ തന്നെ. അവർ ചെയ്യുന്ന കുറ്റമാണെങ്കിൽ അത് മാത്രം, അവർ ചെയ്യുന്ന നല്ല പ്രവൃത്തി ഒന്നാണെങ്കിൽ ഒന്ന്. സകലവും അറിയുന്ന ഒരു പ്രവാചകന്മാർ ഇന്ന് വരെ ബൈബിളിൽ പോലും ആയിട്ടില്ല. സ്തോത്രം. ഹല്ലേലൂയ. കാരണം എന്താണ്? സകലത്തെയും അറിയുന്ന ദൈവം മാത്രമുള്ള അവനാണ് വെളിപ്പെടുത്തുന്നത്. ഭാഗമായി ഓരോരുത്തരും കൊടുക്കുന്നു, ഭാഗമായി വെളിപ്പെടുത്തി കൊടുക്കുന്നു. എന്തിനു വേണ്ടിയാണ്? അവനോട് നമ്മൾ അടുപ്പിക്കുവാൻ. സ്തോത്രം. അവനെ കൂടുതൽ നാം ആശ്രയം വെക്കുവാൻ. ഞാൻ തന്നെ അതോട് പറഞ്ഞാൽ, ഞാൻ തന്നെ ശോധന ചെയ്ത്, ഞാൻ തന്നെ അപ്പൻ്റെ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു മകനായി തീരുവാൻ, പ്രാർത്ഥനാ സ്വഭാവമുള്ള മകനും മകളായി തീരുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ആരാധിക്കുന്ന ആത്മാ ഞാൻ തന്നെ ഒറ്റയ്ക്ക്. പ്രൈസ് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും, അത് റീനാഡ് ബ്ലോഗിനെ കുറിച്ചും അല്ലെങ്കിൽ മറ്റുള്ള അങ്ങനെ അനേക ദേവദാസന്മാരെ കുറിച്ചും. അവർ മണിക്കൂറോളം എന്ന് പ്രാർത്ഥിക്കും. അവർക്ക് വേണ്ടി മാത്രം സ്പെഷ്യലായി ഉള്ള ഒരു കാര്യമല്ല പ്രാർത്ഥന. സ്തോത്രം. മാത്രം ഞാൻ തന്നെ പല പേരുകെട്ട പേരുകെട്ട പാസ്റ്റർമാർ തന്നെ പറയുന്ന വായുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. അത് ഈ പ്രാർത്ഥന പലർക്കും ചിലർക്ക് ഒരു കൃപയാണ്. കർത്താവ് കൊടുക്കുന്ന കൃപ. അങ്ങനെ ഒരു കൃപാവരമേ ബൈബിൾ എഴുതിയില്ല. കാരണം എന്താണ്? പ്രാർത്ഥന നമ്മുടെ പിതാവിനോട് സംസാരിക്കുന്ന ഒരു കാര്യമാണ് പ്രാർത്ഥന. ആവശ്യങ്ങൾ മാത്രമല്ല, നമ്മുടെ കുറവ് മാത്രമല്ല, അവനെ ഒന്ന് ധ്യാനിപ്പാൻ. വെളിപ്പാട് പുസ്തകം, സ്തോത്രം, ഈ ഭാഗം വിടാതെ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 13 മുതൽ വാക്യങ്ങളൊന്ന് വായിക്കാം. സ്തോത്രം. അവിടെ പറഞ്ഞത് അതേ പത്മോസിന്റെ ദ്വീപിൽ അതേ യോഹന്നാൻ കണ്ട യേശു ക്രിസ്തുവിന്റെ യഥാർത്ഥ മുഖം, യഥാർത്ഥ രൂപം, അത് അഗ്നിജ്വാലിക്കത്തെ കണ്ണുള്ളവൻ, മാറത്ത് പൊൻകച്ച കെട്ടിയവൻ. വെളിപ്പാട് 1:13 മുതൽ. ഭാരത് പൊൻകച്ച കെട്ടിയവനായി ഞാൻ കണ്ടു. കാലുള്ളിയെ ചുട്ടു പഴിപ്പിച്ചത്
പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയുള്ള ശബ്ദമുള്ളവൻ. ആ ആ ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സഹോദരി സ്തോത്രം. അവിടെ പറയാണ് എന്താണ്? ഞാൻ അവനെ കണ്ടപ്പോൾ മരിച്ചനെ പോലെ. പുറകോട്ടല്ല, ഞാൻ മുമ്പോട്ടോ വീണേ. മുമ്പോട്ടോ വീണിട്ട് അവനെ കാണുമ്പോൾ മുമ്പോട്ട് വീഴും. പുറകോട്ട് വീഴുന്നൊക്കെയല്ല മറ്റുള്ള ആത്മാവാ. സ്തോത്രം. അവന് കണ്ടപ്പോൾ അവൻ്റെ മുഖം എങ്ങനെ ഇരിക്കുന്നത്? സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്ന മുഖം, അഗ്നിജ്വാലിക്കുന്ന കണ്ണുള്ളവൻ. പ്രൈസ് ദി ലോർഡ്. മാനത്ത് പൊൻകച്ച കെട്ടിയവൻ, കാലുകൾ ചുട്ടുപഴുപ്പിച്ച വെള്ളോന്ന് സദൃശം. ആ വെളിപ്പാട് പ്രാപിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതാരെങ്കിലും കൈവശം ലഭിക്കുന്നതല്ല, ഞാൻ തന്നെ ദൈവസ്ഥലിൽ ഒറ്റയ്ക്ക് ഇരുന്നാലേ എനിക്ക് കിട്ടുള്ളൂ. അത് എളുപ്പപ്പണിക്ക് വേണ്ടി കൃപയാൽ സ്വന്തം കർത്താവ് തന്നെ യോഹന്നാന് കൊടുത്തു. ഇത് വായിക്കെങ്കിലും പോലും നമ്മൾ ചെയ്യാറില്ല. വായിക്കുന്ന പോലും ഇല്ല. ഈ കർത്താവിനെ കാണണ്ടേ സഭയിൽ? സ്തോത്രം. ഞാൻ വിശ്വസിക്കുന്ന ഞാൻ സഭ കുറച്ച് നാൾ അല്പനാളുകൾ എപ്പിസോഡ് പ്രവർത്തനം ഞങ്ങൾ വീട്ടിൽ തന്നെ നടത്തിയ പ്രാസംഗിച്ച അവിടെ ഞാനും എൻ്റെ ഭാര്യയും അമ്മയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സ്തോത്രം. കാരണം മറ്റുള്ള കാരണങ്ങളുള്ള അത് ഇപ്പോൾ പ്രസ്താവിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ചെയ്ത കാര്യമാണ് സ്തോത്രം. ഈ ഭാഗങ്ങളൊക്കെ വായിക്കുമായിരുന്നു. ഞങ്ങൾ 3 പേരാണെങ്കിലും വീട്ടിലായിരുന്ന സമയത്ത് പിന്നെ വാടക ഒരു ഫ്രീ ആയിട്ട് ഒരു ഇടം കിട്ടിയപ്പോൾ ടൗണിൽ തന്നെ കിട്ടിയപ്പോൾ അവിടെയും സ്തോത്രം. കാരണം ഇതാണ് കാണേണ്ടത്. ഇത് കാണാത്തതുകൊണ്ടാണ് പിന്നെന്താ കാണുന്നത്? ഞാൻ പ്ലെയിൻ പറക്കുന്നത് കാണുന്നു, മഞ്ഞ് വീഴുന്ന രാജ്യം കാണുന്നു. സ്തോത്രം. സിംഹം വരുന്നു, കരടി വരുന്നു എന്നൊക്കെ കാണാൻ കാരണം എന്താണ്? ഇത് കാണാത്തതുകൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. അത് പ്രവാചകന്മാരായാലും ഹല്ലേലൂയ സ്തോത്രം. അവിടെ പറയാണ് അവനെക്കുറിച്ച് പൗലോസ് പറഞ്ഞ അവനെക്കുറിച്ച് അറിയുവാൻ. അതിനൊരു കാരണമാണ് കഷ്ടതയിലായിരിക്കുമ്പോൾ, കിടപ്പിലായിരിക്കുമ്പോൾ, ഇരിപ്പിലായിരിക്കുമ്പോൾ, അത് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ അത് പഴിക്കുകയല്ല ഉപരിയായി അത് കർത്താവെ അങ്ങ് സഹിച്ചതിൻ്റെ ഒരു അംശം പോലും ഇല്ലല്ലോ. ഇത് അങ്ങ് എനിക്ക് വേണ്ടി തുപ്പലേറ്റത്. ചരിത്രം പറയുന്നത് 200 പടയാളികൾ അവനെ അടിച്ചു. ആ 200 പടയാളികളും അവൻ്റെ മുഖത്ത് തുപ്പി. സ്വതന്ത്രം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ആ പാട്ടൊന്നും കൂടെ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ, നീയല്ലാതില്ല ഭൂവിൽ നീയല്ലാതില്ല ഭൂവിൽ ആശ്രയിപ്പാനാരുമേ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. സ്തോത്രം. ആത്മാവിൽ അത് അറിയുള്ളൂ. സ്തോത്രം. അനുഭവിക്കാൻ സാധിക്കുള്ളൂ. അത് പിതാക്കന്മാർ പരിശുദ്ധാത്മാവ് പൂർണ്ണമായി ഇറങ്ങുന്നതിന് മുമ്പേ പഴയ നിയമത്തിൽ പിതാക്കന്മാർ അനുഭവിച്ചു. സ്തോത്രം. അതുകൊണ്ടാണ് അല്ലെങ്കിൽ മോശയെക്കുറിച്ച് പറയുന്നത് അത് എബ്രായ ലേഖനത്തിൽ പറയുന്നത് പൗലോസ് പറയാണ്. അത് 15-ാം അധ്യായത്തിന് 25-ാം വാക്യങ്ങൾ അത് അവിടെ പറയുന്നു. ക്രിസ്തുവിൻ്റെ നിന്ന അവൻ വലിയ ധനമെന്ന് എണ്ണി. മോശ പഴയ നിയമത്തിൽ ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനമെന്ന് എണ്ണി. എങ്ങനെ? ആത്മാവിൽ എണ്ണി. എങ്കിൽ പുതിയ നിയമക്കാരെ നാം എത്രത്തോളം എണ്ണണം? സ്തോത്രം. വിശ്വാസത്താൽ അത് അബ്രഹാമും അതേ ഇസാക്കും യാക്കോവും അവർ കൂടാരങ്ങളിൽ പാർത്തു. അവർ പാർത്തു വിശ്വാസത്താൽ. എവിടെയാണ്? അത് വാഗ്ദത്തം ചെയ്ത ദേശത്ത് പരദേശികളെ പോലെ. നമ്മളാണെങ്കിൽ എന്നെ വിശ്വാസം വിട്ടുപോയാൽ. അബ്രഹാമിനോട് പറഞ്ഞു, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, ഞാൻ നിന്റെ സന്തതിക്ക് അതേ മിസ്രൈം ദേശം മുതൽ പ്രൈസ് ദി ലോർഡ് അതേ മഹാനദിയായ യൂഫ്രട്ടീസ് വരെ, ഇന്നത്തെ ഇറാഖ് കിടക്കുന്ന സ്ഥലം വരെ നിന്റെ സന്തതിക്ക് ഞാൻ നിനക്കും അത് വാഗ്ദത്തമായി തന്നിരിക്കുന്നു. വാഗ്ദത്തം ചെയ്തവൻ അത് വിശ്വസനാകുന്നു. പക്ഷേ വാഗ്ദത്തം പ്രാപിച്ചനോ അത് കണ്ടില്ല എന്ന് വ്യക്തമായി അതേ എബ്രായ ലേഖനം 15-ാം അധ്യായം പറയും. അവർ വാഗ്ദത്തം നിവർത്തി പ്രാപിക്കാത്ത അവർ ആത്മാവിൽ തന്നെ ദൈവത്തെ മഹത്വപ്പെടുത്തി. സ്തോത്രം. ഇന്നും 2024 ഏകദേശം 3500 വർഷമായി അബ്രഹാമിന് ദൈവം ആ വാഗ്ദത്തം കൊടുത്തിട്ട്. പാസ്റ്റർ, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളാണ് ഒന്നും കൂടെ കാര്യങ്ങൾ വെച്ച്, കാരണം പലയിടത്തും പോകുമ്പോൾ എല്ലായിടത്തും പോകുമ്പോൾ അല്ലെങ്കിൽ അധികം കേൾക്കുന്ന എല്ലാം അനുഗ്രഹവും ആശ്വാസം സൗഖ്യവും പരിപാടിയൊക്കെയാണ്, ശാസിക്കലും കാര്യങ്ങളൊക്കെയാണ്.
വചനം പഠിപ്പിച്ചു കൊടുക്കുന്നതാകുമ്പോൾ വേണ്ട പാസ്റ്റർ, എനിക്ക് പൂർണ്ണമായ ആ ദുഃഖമുള്ള ഒരു കാര്യം കാരണം ഞാൻ ഈ രോഗനിമിത്തം 2 തവണ ബൈബിൾ സ്കൂളിൽ പോയിട്ടും പഠിക്കാൻ പറ്റിയില്ല. ആദ്യം മണക്കാളെ പോയി അവിടെ വെച്ച് ഈ രോഗം ആരംഭിക്കുന്നത്. പിന്നെ വർഷങ്ങൾക്ക് ശേഷം വിവാഹത്തിന് ശേഷം ഞാൻ അവിടെ പെരുമ്പാവൂർ പെനിയിൽ പോയി അവിടെയും മുടങ്ങി. എന്നാൽ പഠിച്ച ആൾക്കാരോ പാസ്റ്റർമാരോ ചരിത്രം എന്ന വാക്ക് ഞാൻ ഈ 20 വർഷം കൊണ്ട് ചരിത്രം പ്രസംഗിക്കുന്ന ഞാൻ കേട്ടിട്ടില്ല. 3-4 അരമണിക്കൂർ 1 മണിക്കൂർ പ്രസംഗത്തിൽ 10 മിനിറ്റെങ്കിലും ചരിത്രം പറയാലോ. വിശ്വാസികൾ സഹിച്ചത്, വിശ്വാസികൾ, പാസ്റ്റർമാരല്ല, സാധാ വിശ്വാസി. എന്താ ഒരു വാഗ്ദാനം പറയാം? അതേ സ്തോത്രം, നീരോ ചക്രവർത്തി അതേ ആൾക്കാരെ ഹല്ലേലൂയ അവരെ പന്തങ്ങളായിട്ട് കെട്ടി അവരെ വെക്കുമായിരുന്നു. ഓരോ വിശ്വാസികളെ കെട്ടിയിട്ട് അവർ മണ്ണെണ്ണ ഒഴിച്ച്, അല്ലെങ്കിൽ അന്നത്തെ കാലത്ത് എന്താ സംഭവം, ആ മണ്ണെണ്ണ ഒഴിച്ച് പന്തം എന്നറിയാമല്ലോ, അവൻ പോകുന്ന വഴി കൂടി പോകുമ്പോൾ വഴി കൂടി വിശ്വാസികൾ പന്തങ്ങളായിട്ട് ഉപയോഗിക്കുമായിരുന്നു. അവരുടെ സാക്ഷ്യം എന്താ? സഭയിൽ വരുമ്പോൾ ഇന്ന് ശോശാമാൻഡി പറയും, അല്ല എൻ്റെ മകനെ പിടിച്ചുകൊണ്ടുപോയി അവനെ പന്തമാക്കി. അപ്പോൾ അപ്പുറത്തെ സ്വത്ത് ഇരിക്കുന്ന ഏരിയാമാൻഡി എണീറ്റ് പറയും, അതേ എൻ്റെ മകളെ പിടിച്ചുകൊണ്ടുപോയി അവൾ 3 മാസം ഗർഭിണിയായിരുന്നു. ഇതാണ് സാക്ഷ്യം. നമ്മുടെ ഇന്നത്തെ സാക്ഷ്യം, എനിക്ക് വണ്ടി കിട്ടി, ബൊളേറോ കിട്ടി, അടുത്ത ആൾ എനിക്ക് ഇന്നോവ കിട്ടി, അടുത്ത ആൾ പറയും എനിക്ക് 1 നിലയുടെ വീട് കിട്ടി, അടുത്ത ആൾ പറയും എനിക്ക് 2 നിലയുടെ വീട് കിട്ടി, എനിക്ക് മക്കളില്ലായിരുന്നു 2 മക്കൾ കിട്ടി. സ്വത്രം ഈ സാക്ഷ്യം ഉളവാക്കുന്നത് വചനം പറയുന്ന സ്തോത്രം, അവർ കർത്താവിന് വേണ്ടി കഷ്ടം അനുഭവിച്ചതാണ് അവരുടെ സാക്ഷ്യം. ഞങ്ങൾ 10 സെൻറ്റ് അല്ല 10 ഏക്കർ കൊടുത്തു. അതാണല്ലോ പഴയ നിയമത്തിലെ അല്ലെങ്കിൽ പുതിയ നിയമത്തിലെ സഭകൾ ചെയ്ത് അവർ സകലവും വിറ്റു. അവരെ കാൽക്കൽ വെച്ചു. പ്രൈസ് ദി ലോർഡ്. ഞാൻ ബൈബിൾ സ്കൂളിൽ പഠിച്ചപ്പോൾ അല്പസമയം നാളെ കിട്ടിയ സമയത്ത് പഠിപ്പിച്ച സാറുമാർ കളിയാക്കി പറഞ്ഞു, അതുകൊണ്ട് നിങ്ങളാരും അങ്ങനത്തെ പൊട്ടത്തരം ഒന്നും ചെയ്യില്ലെന്ന്. ബൈബിൾ സ്കൂളിൽ സാറ് പഠിപ്പിച്ച നിങ്ങളാരും അങ്ങനെയൊന്നും ചെയ്യല്ലേ. സ്തോത്രം. പിന്നീട് ഞാൻ തന്നെ വചനം പഠിച്ച് ആ ദൈവാത്മാ വെളിപ്പെടുത്തി പാസ്റ്റർ റോമാലേഖത്തിൽ പറയുകയാണ്, ഈ സഭ, ഏത് സഭ? ഈ യെരൂശലേം സഭ ദരിദ്രന്മാരായി തീർന്നു. കാരണം കർത്താവ് ഇന്ന് വരും എന്ന് പറഞ്ഞ് ഇതെല്ലാം തീരൂലേ? വിറ്റ് കഴിഞ്ഞാൽ സാധനം തീരൂലേ? പ്രൈസ് ദി ലോർഡ്. തീർന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവർ ദരിദ്രന്മാരായി തീർന്നു. പക്ഷെ ആ ദരിദ്ര സഭയ്ക്ക് വേണ്ടി പൗലോസിനെ കർത്താവ് അയച്ചു. മക്കദോനിയയിൽ എന്നാൽ യൂറോപ്പിൽ, സ്തോത്രം, വേറൊരു രാജ്യം, വേറൊരു സ്തോത്രം ഭൂഖണ്ഡമാണ്. ഏഷ്യയിൽ നിന്ന് യൂറോപ്പിൽ പൗലോസിനെ കൊണ്ടുപോയി പൗലോസ് സഭകൾ സ്ഥാപിച്ചു. ആ സഭകൾ ഇവരുടെ വിവരം അറിഞ്ഞ് ഇവർക്ക് വേണ്ടി സഹായം അയച്ചു. ദൈവം ആർക്കും അപ്പോൾ ഞാൻ പറയും, ദൈവം ശരിയാ കടക്കാരനല്ല. ദൈവം വിശ്വസ്തനാകുന്നു. അവന് വേണ്ടി എന്തെങ്കിലും ചെയ്താൽ, 1 ഗ്ലാസ് വെള്ളം കൊടുത്താൽ 10 ഗ്ലാസ് വെള്ളം തരുവാൻ കർത്താവ് വിശ്വസ്തനാണ്. പക്ഷെ കൊടുക്കണം, ചെയ്യണം. അവർ സകലവും വിറ്റ് ബൈബിൾ അങ്ങനെ പറയുന്നത്, അവർ ദരിദ്രന്മാരായി തീർന്നു. ദരിദ്രമായ സഭയ്ക്ക് വേണ്ടി എന്ത് ചെയ്തു? ഹല്ലേലൂയ. മാസിഡോണിയയിലെ സഭകൾ അവർക്ക് വേണ്ടി സഹായം അയച്ചു കൊടുത്തു. നമ്മുടെ ഉള്ളം കയ്യിൽ വഹിക്കുന്ന ദൈവം. പ്രൈസ് ദി ലോർഡ്. മടങ്ങി ഇങ്ങോട്ട് വരുമ്പോൾ ആമോസിൽ പറയാണ്, സഭ മനുഷ്യൻ്റെ ഹൃദയത്തിലുള്ളത് ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതിനോട് ചേർന്നൊരു വാക്യം, സ്തോത്രം, പുതിയ നിയമ കർത്താവിൻ്റെ ജനന സമയത്ത് യോസെഫ് മനസ്സിലാക്കിയ കാര്യമായിരുന്നു. മറിയ ഗർഭിണിയാണ് മനസ്സിലാക്കിയപ്പോൾ അവൻ അവളെ ഗൂഢമായി സ്തോത്രം ഉപേക്ഷിപ്പാൻ വിചാരിച്ചു. തൻ്റെ ഹൃദയത്തിൽ വിചാരിച്ച കാര്യം. യോസെഫെ, നീ ഹൃദയത്തിൽ വിചാരിച്ചത് നല്ല കാര്യമാണ്, പക്ഷേ അതല്ല ദൈവത്തിൻ്റെ പദ്ധതി. മറ്റുള്ളവർ ഹല്ലേലൂയ സ്തോത്രം നന്മയാണെന്ന് വിചാരിച്ചാലും നമുക്കെതിരായി അവർ ചെയ്യുന്ന എന്തായാലും അതിനെ മാറ്റുന്ന ദൈവമാണ്. യോസേഫിനോട് എന്ത് ചെയ്തു? ദൂതനെ ദൈവം അയച്ച് അവനെ സ്തോത്രം മാറ്റി. തൻ്റെ ആ ചിന്തയിൽ നിന്ന് ദൈവാത്മാവ് തന്നെ സ്തോത്രം മാറ്റി. സ്തോത്രം. അപ്പം നമ്മൾ ഹല്ലേലൂയ മനുഷ്യൻ്റെ നിരൂപണങ്ങൾ അറിയുന്ന ഒരു ദൈവം. പ്രൈസ് ദി ലോർഡ്. കർത്താവ് ഈ ദിവസം നമ്മളെ അതിനെ സഹായിക്കും, ബലപ്പെടുത്തുകയും ചെയ്യട്ടെ. ഹല്ലേലൂയ. ഈ വചനങ്ങളെ കൊണ്ട് കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവിന് വേണ്ടി പർവ്വതങ്ങളെ നിർമ്മിക്കുന്ന ദൈവം, സ്തോത്രം, കാറ്റിനെ സൃഷ്ടിക്കുന്ന ദൈവം, നമുക്ക് വേണ്ടി ഈ ദിവസങ്ങൾ വീണ്ടും ചില സൃഷ്ടികൾ, ചില നിർമ്മാണങ്ങൾ ചെയ്യുവാൻ അവൻ ബലവാനായ ദൈവത്തെ സ്തുതിക്കുന്നു. ആ കർത്താവിന് അവൻ ഒരുവനുണ്ട്, സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ എന്നാകുന്നു അവന്റെ നാമം. ആ കർത്താവ് നമുക്ക് വേണ്ടി ദൈവസഭയ്ക്ക് വൻകാര്യങ്ങൾ ചെയ്ത് ദൈവസഭ ഇനിയും പണിയേറ്റ ശക്തിയുടെ സമയം നൽകിയ ദേവദാസന്മാരോട് നന്ദി അറിയിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ